സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 ചെയ്യുന്നു. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇത്ര നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കിന്നരം കൊണ്ടും കർത്താവെ വീണുകൊണ്ടും ഗംഭീരവാദിത്യം കൊണ്ടും ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പാൻ തക്കൊണ്ട് രാത്രി കാലം ഞങ്ങളെല്ലാം ഒരുക്കണമേ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരമാ. ഞങ്ങൾ അങ്ങയുടെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാകയാൽ ഇന്ന് രാത്രി കാലം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവെ, ഞങ്ങളുടെ ആരാധനകൾ, ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങളൊക്കെയും കർത്താവെ, ഞങ്ങളുടെ പാട്ടുകളെ, ഞങ്ങളുടെ സങ്കീർത്തനങ്ങള്, കർത്താവെ, വചന ശുശ്രൂഷ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ നാമമഹത്വമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരിക. കർത്താവെ, കർത്താവിന്റെ രക്തം കൊണ്ട് ഞങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ക്ഷമിക്കണമേ. കർത്താവെ, പറഞ്ഞു തീരാത്ത ദാനത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുക. കർത്താവെ, ഞങ്ങളുടെ ആരാധനകളെ അങ്ങേക്ക് സുഗ്രാഗ്യമുള്ള യാഗമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. കർത്താദിയോടൊപ്പം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലവും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പാട്ട് പാടിക്കോമേ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയ കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയ കൃപകളോടെ. മാറായേശുവേ നോമ്പാടി പാട്ടിപ്പുകൾ നോമ്പാടി യേശുവെന്ന നാമമേ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഘോര ഭയങ്കര കാലയും കൊടിയതായി വരും നേരത്തിൽ. ഘോര ഭയങ്കര കാറ്റ് ആലയം കൊടിയതായി വരും നേരത്തിൽ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച നിത്യം പാടും. യേശുവെന്ന നാമമേ ജീവിതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ചാറുള്ള കുഞ്ഞിനെ മറന്നാലോ എന്ന വാർത്തയാൽ. ചാറുള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ. കാഴ്ച എന്നെ തൻകാരത്ത് ദൈവബാധയെന്നോടും ഞാൻ.
താഴ്ത്തി എന്നെ തങ്കരത്തിൽ വെച്ച ജീവപാറയെന്നോ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ ഞാൻ വാഴ്ത്തി പുകഴ്ത്തിടുവേ എൻ പ്രിയയേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്ന് രക്ഷകൽപ്പനയാതാ ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്ന് രക്ഷകൽപ്പനയാതാ ദേഹം ദേഹിയെന്ന ദേഹം ദേഹിയെല്ലാം ചേർന്ന് പ്രിയനായി വേല ചെയ്യുന്ന ദേഹം ദേഹിയെല്ലാം ചേർന്ന് പ്രിയനായി വേല ചെയ്യുന്ന യേശുവെന്ന നാമമേ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയയേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ യോർദാൻ സമമനസോ തിരയിലും കാണുവീണു പോകാതെ യോർദാൻ സമമയം അതിനെയും കാണുവീണു പോകാതെ ജയത്വനിയോട് കാത്തുപാലിക്കും സ്നേഹമാച്ചേരും ജയത്വനിയോട് കാത്തുപാലിക്കും സ്നേഹമാച്ചേരും യേശുവെന്ന നാമമേ എന്നാത്മാവിൻ എൻ പ്രിയയേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയയേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയ കരുവകളോടെ പാടി പുകഴ്ത്താം ഇന്നലെയും ഇന്നുമേ മാറായേശുവേ നാം പാടി പുകഴ്ത്താം യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയയേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു ആദ്യ നൂറ്റാണ്ടിലെ അനുഭവമ്പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവമ്പോ
അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആരിയിലെന്ന പോലാത്മാവേ ചെയ്തിടണേ ആരിയിലെന്ന പോലാത്മാവേ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ സ്ഥിരതയോട് നിന്നേല ചെയ്യും അഭിഷേകം ചെയ്തിടണേ ധീരതയോടെ സേവ ചെയ്യുക അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യം കർത്താവേ നീ അറിയുന്നു കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാ ഞങ്ങൾ വചനത്തിൽ വേണ്ടി വളർന്നിടുവാ ജ്വലിച്ചിടുവാ വചനത്തിൽ വേണ്ടി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും മഴയ്ക്കണമേ നെഞ്ചിനമുണർന്നിടുവാൻ പിന്മഴയെ വീണ്ടും മഴയ്ക്കണമേ നെഞ്ചിനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു ആമേൻ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ പ്രിയ മാതാവിനെ സഹായിച്ചതിനായി ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം 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 കൂടുതൽ കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് സങ്കീർത്തന വായനയ്ക്കുള്ള സമയമാണ്. ഇന്ന് നമുക്ക് സങ്കീർത്തനം വായിക്കുന്നത് മഞ്ജുഷ UK എന്നാണ്. മഞ്ജുഷയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മഞ്ജുഷ മൈക്ക് ഓൺ ആക്കി വായിച്ചു. സങ്കീർത്തനം. സംഗീത പ്രമാണിക്കു വേണുനാദത്തോടെ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവേ, എന്റെ വാക്കുകൾ ചെവി തരേണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവനെ, എന്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നു. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പാക്കുന്നു. ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപതാകയും ചതിമുള്ളവൻ യഹോവയും അറപ്പോകുന്നു. ഞാനോ നിന്റെ കൃപയുടെ മഹത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്നു നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആദരിക്കും. യഹോവേ,
എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എന്റെ മുൻപിൽ നിന്റെ വഴിയെ നീരിപ്പാക്കണമേ. അവരുടെ വായിൽ ഒട്ടും നേരമില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവ് കൊണ്ട് അവർ മധുരവാക്കു പറയുന്നു. ദൈവമേ, അവരെ വിധിക്കണമേ. തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളും ബഹുത്വ നിമിത്തം അവരെ തള്ളി കളയണമേ. നിന്നോടല്ലേ ഞാൻ മത്സരിക്കുന്നത്. ഗ്രേസ് ആൻറ്റി പറഞ്ഞോടാ, പറഞ്ഞോ. ഞാനുണ്ട്, വായിച്ചു. കഴിഞ്ഞോ? വായിച്ചു. 2 വാക്യോടെ ഉണ്ട്, വായിര്. അബ്ശലോമിനോട് കൂടെ യെരേശു മലയിൽ നിന്നു ക്ഷണിക്കപ്പെട്ടവനായി 200 പേർ പോയായിരുന്നു. അവർ ഒന്നും അറിയാതെ തങ്ങളുടെ പരമാർത്ഥതയിലായിരുന്നു പോയത്. അബ്ശലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീതോഫൽ എന്ന ഗിലോനിയെയും അവന്റെ പട്ടണമായ ഗിലോനിയയിൽ നിന്ന് വിളിച്ചു വരുത്തി. ഇങ്ങനെ ജനം നിത്യം അബ്ശലോമിന്റെ അടുക്കൽ വന്നുകൂടിയാൽ കൂട്ടുകെട്ടിന് ബലം ഏറുന്നു. അനന്തരം ഒരു ദൂതൻ ദാവീദിന്റെ അടുക്കൽ വന്നു, ഇസ്രായേലരുടെ ഹൃദയം അബ്ശലോമിനോട് യോജിച്ചു പോയി എന്നറിയിച്ചു. അപ്പോൾ ദാവീദ് യെരൂശലേമിൽ തന്നോട് കൂടെയുള്ള സകല ഭൃത്യന്മാരോടും, നാം എഴുന്നേറ്റ് ഓടിപ്പോകുക, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശലോമിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകയില്ല. അവൻ പെട്ടെന്ന് വന്നു നമ്മെ പിടിച്ചു നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിന്റെ വാഴ്ത്തയാൽ നശിപ്പിക്കുകയും ചെയ്യേണ്ടതിനു ക്ഷണത്തിൽ പുറപ്പെടുവിൻ എന്നു പറഞ്ഞു. രാജഭൃത്യന്മാർ രാജാവിനോട്, യജമാനനായ രാജാവിന്റെ ഹിതമൊക്കെയും അടിയങ്ങൾക്കു സമ്മതം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് പുറപ്പെട്ടു. രാജാവ് ബാക്കി ഞാൻ പറയാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. വിശ്വാസ ജീവിതത്തിലോട്ട് വന്നിട്ട് വെറും 1.5 ആഴ്ചത്തെ പ്രായം മാത്രമേ ഉള്ളൂ ഈ പ്രിയ മകൾക്ക്. അതുകൊണ്ട് ഇത്രത്തോളം സമയം ഈ സങ്കീർത്തനം വായിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം സ്തോത്രം സ്തോത്രം. നിന്റെ പൈതലിനെ ഓർത്ത് എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണമേ. കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിന്റെ മകളെ സഹായിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥനയിൽ വഹിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് 5-ാം സങ്കീർത്തനമാണ് വായിച്ചു കേട്ടത്. കഴിഞ്ഞ രാത്രി എബിപാസ്റ്റർ കുറെ കാര്യങ്ങൾ ഈ 5-ാം സങ്കീർത്തനത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതിന്റെ പശ്ചാത്തലമാണ് വായിച്ചത്. ദാവീദിനെതിരായിട്ട് അബ്ശാലോമും അബീതോവലിന്റെ ആലോചന കേട്ട് എതിരായിട്ട് നിന്ന് ദാവീദിന്റെ തകർച്ചയുടെ മധ്യത്തിൽ ദാവീദ് ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ 5-ാം സങ്കീർത്തനം. 4-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം പറയുന്നുണ്ട്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നിയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. എന്നാൽ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുകയാണ്, അതിനകത്ത് 2 കാര്യത്തിലാണ് പറയുന്നത്. വാക്കുണ്ട്, ചെവി തരണമേ, ധ്യാനമുണ്ട്, ശ്രദ്ധിക്കണമേ. അപ്പം നമ്മുടെ വെറും വാക്കുകൊണ്ട് മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും, ദൈവം മറുപടി തരും. അതുപോലെ നമ്മുടെ ധ്യാനം, ചില സമയത്ത് നമ്മൾ മൗനമായിട്ടിരുന്ന് ഹൃദയം കൊണ്ട് ധ്യാനിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ടെന്ന് ഈ സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുന്നു. ഇത് എങ്ങനെ പ്രാർത്ഥിച്ചാലും നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ദാവീദ് ധർമ്മസങ്കടത്തിനായി തന്റെ സ്വന്തം മകനാൽ കൊല്ലപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ദാവീദിന്റെ കൂട്ടാളികളെ എല്ലാം കൂട്ടുപിടിച്ച് അബ്ശാലോമിന് അംഗബലം കൂടിയപ്പോൾ ദാവീദ് ഭയപ്പെട്ട് ഓടിപ്പോകുന്ന ചരിത്രമാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ. എന്നാൽ ദാവീദ് ദൈവത്തെ വിളിക്കുന്ന, എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളോവേ, എന്റെ സങ്കടയാതന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദാവീദ് അത്രമാത്രം തകർച്ചയുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് വാക്കുകൊണ്ടും അതുപോലെ ധ്യാനം കൊണ്ടും ദൈവവുമായിട്ടൊരു ഹൃദയം കൈമാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദാവീദ് എപ്പോഴും പറയും, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്
പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയാണ്, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മൾ എത്ര പേർ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും? അതുപോലെ ദാവീദ് പറയാണ്, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്ന ദൈവം. നമ്മളിപ്പോൾ ഒരു ലെറ്റർ വരുവാൻ നമ്മൾ എത്ര ആകാംക്ഷയോടെ കാത്തിരിക്കും. അതുപോലെ ഒരു വിരുന്നുകാർ വരുന്നത് പറയുമ്പോൾ നമ്മുടെ ഭവനം ഒരുക്കി, നമ്മൾ അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി, നമ്മൾ തന്നെ ഒന്ന് ഒരുങ്ങി അവരുടെ വിരുന്നുകാരെ വരവേൽക്കാനിരിക്കുന്നത് പോലെയാണ് ദാവീദ് തന്റെ ദൈവമായ കർത്താവിനെ അതിരാവിലെ എതിരേൽക്കാൻ, ദാവീദിന് ദൈവസന്നിധിയിൽ തന്റെ ഹൃദയത്തെ പകരുവാനൊക്കെ ഒരുങ്ങി കാത്തിരിക്കുന്ന ദൈവമേ. ഏലിയാവിന്റെ പ്രാർത്ഥന നമുക്കറിയാം. ഏലിയാവ് കർമ്മേലി വന്ന് ആദ്യം ചെയ്തെന്തോ, ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം കല്ലൊക്കെ അടുക്കിയിട്ടാണ് യാഗപീഠത്തിന്മേൽ എല്ലാ യാഗവസ്തു വെച്ചതും പ്രാർത്ഥിച്ചതും. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ചന്തയിൽ പോകുന്ന പോലെ, മറ്റേ കടയിൽ പോകുന്ന പോലെ അല്ല ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്. അതിന് നമുക്ക് ഒരുക്കം വേണ്ടതാണ്. അതിനു മുൻപായി ദൈവസന്നിധി വരുന്നതിന് മുൻപ് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ദൈവസന്നിധിയിൽ കർത്താവേ, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവുക, ഇന്ന് പകൽക്കാലം നീ എന്നോടൊന്ന് സംസാരിക്കണമേ. ദൈവദാസന്മാരുടെ വചന ശുശ്രൂഷയിലാണേലും അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിലായാലും ചിലപ്പോൾ തകർന്ന ഹൃദയത്തെ ഒരു വാക്കുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വചനമായിരിക്കും ആ ഹൃദയത്തെ ആശ്വാസം പകർന്ന് അന്ന് പകൽക്കാലം അവർക്ക് വിടുതൽ ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥനയ്ക്ക് മുൻപായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞിട്ട് ആ കർത്താവിന്റെ രക്തം കൊണ്ടൊന്ന് കഴുകൽ പ്രാപിച്ചിട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവം കേൾക്കുകയും നമ്മുടെ ധ്യാനത്തിങ്കൽ ദൈവത്തിന്റെ തീ കത്തുകയും കർത്താവ് നമുക്ക് മറുപടി തരികയും ചെയ്യുന്ന ദൈവമാണ്. പിന്നെ ദാവീദിന്റെ 1 മുതൽ 7 വരെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് എതിർ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. അതിനകത്ത് ദുഷ്ടനുണ്ട്, ദുഷ്ടതയുണ്ട്, അഹങ്കാരികളുണ്ട്, നീതികേട് പ്രവർത്തിക്കുന്നവരുണ്ട്, ഭോഷ്ക് പറയുന്നവരുണ്ട്, രക്തപാതകവും ചതിവുള്ളവരുണ്ട്. എന്നാൽ ഈ 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ 6 കൂട്ടം ആൾക്കാരെയാ പറയുന്നത്. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. നമുക്കറിയാം, കയീനും കാബേലിന്റെ യാഗത്തിന് വേണ്ടി പോകുമ്പോൾ ഹാബേലിന്റെ യാഗത്തിൽ ആ ദൈവം പ്രസാദിച്ചത്, കയീന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. എന്തുകൊണ്ടാ? കയീന്റെ ഹൃദയം ദുഷ്ടതയുള്ള ഹൃദയമായിരുന്നു. അതുകൊണ്ടാ അവൻ എന്തെല്ലാം കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ദൈവസന്നിധിയിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ചെല്ലുന്നവരെയാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് ഇന്ന് രാത്രി ഓർക്കണം. 6 കൂട്ടം കാര്യം കഴിയുമ്പോൾ ദാവീദ് തന്നോട് തന്നെ പറയാ, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ആലോചിച്ച് നോക്കി, ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണം? ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വം നമ്മുടെ ജീവിതത്തിൽ അർഹതയില്ലാത്ത അനവധി ദാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആ കൃപയുടെ ബഹുത്വം നിമിത്തം വേണം നമ്മൾ ദൈവാലയത്തിൽ ചെല്ലേണ്ടത്. ഒരുപാട് നന്മ അനുഭവിച്ചിട്ടും നമ്മൾ അതിനൊന്നും നന്ദി പറയാതെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ യാഗത്തിലോ നമ്മുടെ ഹൃദയത്തിലോ ദൈവം പ്രസാദിക്കത്തില്ല. അതുകൊണ്ട് പറയുകയാണ്, അങ്ങനെയുള്ള ഭക്തൻ, നമ്മളൊരു ദൈവ പൈതല് ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വം ആലോചിച്ചുകൊണ്ട് എവിടം ചെല്ലണം? ദൈവാലയത്തിൽ ചെല്ലണം, വിശുദ്ധ മന്ദിരത്തിൽ ചെന്നിട്ട് വേണം, ആ ഭക്തിയോടെ വേണം പ്രാർത്ഥിക്കാൻ, ആരാധിക്കുകയും ചെയ്യേണ്ട. അപ്പം നമ്മൾ ഭക്തി ഇല്ലാതെയും ദൈവം തന്ന ദാനത്തിനൊന്നും നന്ദി പറയാതെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ യാഗത്തിൽ പ്രസാദിക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരത്തില്ല. ദാവീദിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നപ്പോൾ അവന്റെ എല്ലാ കഷ്ടതയിലും ദൈവം അവനെ വിടുവിച്ച ദൈവമാ. പിന്നെ ഇങ്ങോട്ട് പറയുന്നത് ഒരു ദുഷ്ടന്റെ ഹൃദയത്തിന്റെ വായുടെ അവസ്ഥ, ശത്രുക്കൾ നിമിത്തം ഒരുപാട് ശത്രുക്കളുണ്ട്, എന്നാൽ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഭക്തനെ നീതിയുള്ള വഴിയിൽ നടത്തുന്ന ദൈവമാ. പിന്നെ അവന്റെ മുൻപിൽ പാതയെ നിരപ്പാക്കുന്ന ദൈവമാ. നമ്മുടെ വഴികള് ഒക്കെ ഇടുക്കവും നാശവും നിറഞ്ഞ വഴികളൊക്കെ ഉള്ളപ്പോഴും ഒരു ഭക്തനെ ദൈവം നേരെയുള്ള പാതയിൽ നടത്തുന്ന ദൈവമാണ്. അത് കഴിഞ്ഞിട്ട് പറയാണ്, ആ ദുഷ്ടന്റെ ഹൃദയം എന്തുവാണ്? അവരുടെ വായിൽ നേരില്ല. ഒരു മനുഷ്യന് ദുഷ്ടത അവന്റെ പ്രസാദിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു നേരില്ല. അവന്റെ അന്തരംഗം നാശകൂപം തന്നെയാണ്. ആരെ വീഴ്ത്തണമെന്ന്, ആരെ നശിപ്പിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ദുഷ്ടൻ എപ്പോഴും നടക്കുന്നത്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയ. നമുക്കറിയാം ശവക്കുഴിയുടെ അനുഭവം.
ഒരു മരിച്ച ആ വ്യക്തിയെ വെക്കാനുള്ളതാണ് ശവക്കുഴി. അപ്പൊ അതുപോലുള്ള ഒരു അവസ്ഥയാണ് അവരുടെ നാവെന്ന് പറയുന്നത്. പിന്നെ നാവിന്മേല് അണലി വിഷം ഉണ്ടെന്ന് ദൈവവചനം പറയുന്നുണ്ട്. നാവിന്മേൽ ജീവനും മരണവും ഇരിപ്പുണ്ട്. അപ്പം ഏതിൽ ഇഷ്ടപ്പെടുന്നു അതാണ് നമുക്ക് സംഭവിക്കുന്നത്. പിന്നെ അതുപോലെ നാവ് കൊണ്ട് മനുഷ്യൻ നമ്മളെ വീഴ്ത്താൻ ശ്രമിക്കുന്നവരൊക്കെ നമ്മുടെ മുൻപിൽ വന്ന് നമ്മുടെ വിഷമിച്ചിരിക്കുമ്പോഴും ചിലപ്പം മധുരവാക്കായിരിക്കും നമ്മോട് പറയുന്നത്. എന്നിട്ട് അങ്ങോട്ട് മാറിയെന്ന് നമ്മുടെ ബാക്കിൽ നിന്ന് നമ്മളെ കുത്തി വീഴ്ത്ത് അവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മളോടല്ല പറയുന്നത്, നമ്മുടെ മുൻപിൽ വന്ന് ചക്കരവർക്കാനും മുഖസ്തുതിയും പറഞ്ഞ് നമ്മളെ എത്രമാത്രം പൊക്കാമോ. എന്നാൽ ആ പൊക്കലിലൊന്നും നമ്മൾ വീണു പോകരുത്. ഒരു ഭക്തന്റെ പ്രത്യാശയും ഭക്തന്റെ ആശ്രയവും എപ്പോഴും ദൈവത്തിലായിരിക്കണം. പിന്നെ പറയുന്നത് എന്താ പറയുന്നത്, ഈ 11-ാം വാക്യം, അതിന്റെ 10-ാം വാക്യത്തില് ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ. ദാവീദിന് അവര് തന്റെ ശത്രുക്കളുടെ മുമ്പ് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദാവീദ് ബലഹീനനായി നിൽക്കുമ്പോഴും ദൈവത്തിൽ അവൻ ബലം പ്രാപിച്ച് ദൈവത്തിൽ ആശ്രയം വെച്ചിട്ട് അവർക്ക് വേണ്ടി ദാവീദ് പ്രാർത്ഥിക്കുന്നതാണ്. അവരുടെ ആലോചന, അഹീത്തോബലിന്റെ ആലോചന നിഷ്ഫലമാക്കണമേ എന്നാ ദാവീദ് പ്രാർത്ഥിച്ചത്. നമുക്കറിയാം അബ്ശാലോമിന്റെ വീഴ്ച എന്തായിരുന്നെന്ന്. അവൻ ആ മരത്തിന്മേൽ അവന്റെ തലമുടി കുരുങ്ങി അവൻ അവിടെ തൂങ്ങിക്കിടക്കുമ്പോൾ യോവാശ് 3 കുന്തം കൊണ്ട് ഉള്ള എന്തുകൊണ്ട് അത് കുത്തിയതും അത് കഴിഞ്ഞിട്ട് ബാല്യക്കാർ അടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. അപ്പം ദുഷ്ടന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ അഹീത്തോബലിന്റെ ആലോചന നിഷ്ഫലമായി എന്ന് കണ്ടപ്പോൾ അവൻ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി കെട്ടി ഞാൻ നിന്ന് ചത്തു. അത് ദൈവവൈതലിനും ദൈവനാമത്തിനും വിരോധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ അവസാനം നമ്മുടെ മുൻപിൽ ശത്രുയെയും അവരുടെ വാഗൊണ്ട് എന്തു പറഞ്ഞാലും അവരുടെ നാവ് എങ്ങനെയൊക്കെ നമുക്കെതിരായി സംസാരിച്ചാലും നമ്മൾ ആരും പ്രതികാരത്തിന് പോകണ്ട. പ്രതികാരം ദൈവത്തിനുള്ളതാ. നമുക്ക് പ്രാർത്ഥന മാത്രം മതി, ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും. എന്നാൽ അവസാനം പറയുന്നു, ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവരുടെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുക. 34-ാം സങ്കീർത്തനം പറയുന്നത് കൊണ്ട് പറയുന്നത് എന്തോ, നീ അവരെ പാലിക്കുന്നുണ്ട് അവരെപ്പോഴും ആനന്ദിക്കും. ദൈവപൈതലിനെ ദൈവം സൂക്ഷിക്കുന്നുണ്ട്. അപ്പം യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാ. അപ്പൊ നമുക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ വരുമ്പോൾ ആനന്ദിച്ചാർക്കും നമ്മുടെ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ, കൃപയുടെ ബഹുത്വത്താല് ദൈവാലയത്തിൽ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യണം. നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ വായ പ്രസ്താവിക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹവും ദൈവം ചെയ്ത ഉപകാരങ്ങളെയൊക്കെ ഒന്ന് വർണ്ണിച്ചുകൊണ്ട് ദൈവസന്നിധി ഇരിക്കണം. അതുകൊണ്ട് പറയാണ്, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. അപ്പൊ ഒരു ദൈവവൈതലിന് സന്തോഷിക്കാൻ എവിടെയാ? ദൈവത്തിന്റെ നാമത്തെയാണ്. നമ്മൾ ദൈവത്തെയും ദൈവവചനത്തെയും ദൈവനാമത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടെ വേണം ദൈവത്തെ ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ട. പിന്നെ അവസാനത്തെ വാക്യം പറയാണ്, യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും. അപ്പൊ നീതിമാന്റെ പ്രതിഫലം എന്തോ? അനുഗ്രഹം. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ എപ്പോഴും ജയത്തിന്റെയും ഘോഷത്തിന്റെയും ഉല്ലാസഘോഷമുണ്ട്. അതുകൊണ്ട് നീതിമാനെ പരിച കൊണ്ട് അവൻ മറയ്ക്കുന്ന ദൈവമാ. 91-ാം സങ്കീർത്തനം പറയുന്ന, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽക്കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഭക്തനെ അവൻ പരിച കൊണ്ട് മറയ്ക്കുന്ന ദൈവമാ. ഏത് പ്രതിസന്ധി ആകട്ടെ, ഏത് കഷ്ടമാകട്ടെ, ഏത് വേദന വരട്ടെ, എന്നാല് നമ്മൾ ഒറ്റയ്ക്കല്ല അതിൽ കൂടെ കടന്നു പോകുന്നത്. കർത്താവ് നമ്മെ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ഭക്തനെ, അവന്റെ ചിറയും കീഴിൽ ശരണം പ്രാപിക്കുന്ന ഭക്തനെ ദൈവം ഒരു നാളും കൈവിടുകയില്ല. ദുഷ്ടന്റെ ദുഷ്ടത അവനെ നശിപ്പിക്കുമ്പോൾ നീതിമാൻ ചെയ്യുന്നവനെ നീതിമാന്റെ അനുഗ്രഹം അവന്റെ തലമേലെല്ലാം ഇപ്പോഴും ഇരിക്കും. അവന് മാത്രമല്ല, അവന്റെ തലമുറകളെ അനുഗ്രഹിക്കപ്പെടും. ഈ സങ്കീർത്തന പുസ്തകങ്ങളിൽ ഒത്തിരി ഭാഗ്യവാനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ദൈവത്തെ അറിയുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് എല്ലാം ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
വീണ്ടും നമുക്ക് ഇത്രത്തോളം സമയം നമുക്ക് സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. വീണ്ടും നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധി വളക്കാൻ ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇന്ന് രാത്രികാലം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവസന്നിധി നമുക്ക് ആരാധിക്കാം, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. നമ്മുടെ ആരാധനകൾ ദൈവസന്നിധിയിലെ സൗരഭ്യവാസനയുള്ള ആരാധനയായി തീരട്ടെ. ആദ്യമായി നമ്മുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെയും അവരിൽ കയറുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ തലമുറകളെ അവരുടെ ആവശ്യങ്ങളെ എല്ലാം വഹിച്ചുകൊണ്ട് മളമ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. സുശീലേ, ആരെങ്കിലും അങ്ങ് പ്രാർത്ഥിരേ? സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമാക്കുമാറത്തോനുമേ നല്ല കർത്താവേ, ഈ രാത്രികാലം കർത്താവെ അവിടുത്തെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ അടുത്ത് വരുന്ന കർത്താവെ, പ്രഭാതം മുതൽ ഈ സമയം വരെയും കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ കാത്തു പരിപാലിച്ച അങ്ങയുടെ വിധേയക്കായി വിശ്വസ്തതയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ പദാന്തികത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ എന്ന മഹാഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കർമ്മ ഗ്രൂപ്പിലുള്ള ഈ 16 ഡിവൈസിനെയും കർത്താവെ തൃക്കരങ്ങളിൽ തന്ന് പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, വിനായകന്റെ ഗ്രേസിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇത് ദിനംതോറും നടത്തിക്കൊണ്ടു പോകുവാനുള്ള പരിജ്ഞാനവും വിവേകവും കർത്താവ് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. പ്രതികൂലങ്ങളെ കണ്ട് പതറിപ്പോകുവാൻ ദൈവം സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആയിരിക്കുന്ന ഭവനത്തെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, മാതാപിതാക്കളെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ആരാധനയിൽ പങ്കെടുക്കുവാൻ കർത്താവെ തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദൈവത്തിന്റെ ആത്മാവ് ശാസിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 2 പെൺമക്കളെയും അവരുടെ കുടുംബസ്ഥരെയും കുഞ്ഞുങ്ങളെയും കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, റിറ്റിയെയും സജോയെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എന്റെ മകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മറുപടി കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബേബിച്ചാനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മാതാവിനെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, 2 പേരും ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവെ ദൈവകൃപയിൽ സൂക്ഷിക്കുമാറാകണമേ, സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആയിരിക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പെണ്ണമാമിശയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ, ദിവസവും ഗ്രൂപ്പിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഇമ്പമേറിയ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്ന കർത്താവെ. മാതാവിനെ കൂടുതലായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. കർത്താവെ, സുധൻ ബ്രദറിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എബിപാസ്രെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രതികൂലങ്ങളുടെ മധ്യത്തില് പ്രതിസന്ധികളുടെ മധ്യത്തിലൊക്കെയും കർത്താവെ, തിരക്കിട്ട് ഔദ്യോഗിക ജീവിതത്തിലും ഒക്കെ കർത്താവെ, ഹല്ലേലൂയ, ഗ്രൂപ്പിൽ കടന്നു വന്ന് ഞങ്ങളോടൊപ്പം കർത്താവെ, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുവാൻ അതിന് ശുശ്രൂഷയൊക്കെ ചെയ്യുവാൻ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായ എല്ലാ അസുഖങ്ങളെയും കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, പൂർണ്ണമായൊരു വിടുതൽ കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ, ശുശ്രൂഷയിലൊക്കെ കർത്താവെ, ഹല്ലേലൂയ, ധൈര്യത്തോടെ അഭിഷേകത്തോടെ മുന്നേറുവാൻ ദൈവം സഹായിക്കുമാറാകണമേ, തടസ്സങ്ങളെല്ലാം ദൈവം ദൂരീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സന്തോഷിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, സൗദിയുടെ പ്രദേശത്ത് കർത്താവെ, ഏകനായിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കുവാൻ, പ്രാർത്ഥനയിൽ മുന്നേറുവാൻ, വചന ശുശ്രൂഷയിലൊക്കെ കർത്താവെ മുന്നേറുവാൻ തക്കവണ്ണം കർത്താവെ സഹോദരനെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ എന്റെ ദൈവം മറുപടി അയക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന ദൂതുകൾ ആലോചനകളൊക്കെ കർത്താവെ നിവർത്തിച്ചു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ കർത്തന്റെ കരങ്ങളിലേക്ക് പ്രിയ സഹോദരനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആനിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അക്കുവായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് അവനെ അനുഗ്രഹിക്കണമേ, അവന്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുമാറാകണമേ. മറ്റുള്ള സഹോദരങ്ങളെയൊക്കെ കർത്താവെ അപ്പന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ബിന്ദുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി കൊടുക്കണമേ. ദിവസവും ഗ്രൂപ്പിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. പാസ്റ്റർ സാജൻ സാമുവലിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രതികൂലങ്ങളുടെ മധ്യത്തില് കർത്താവേ കടന്നു വന്ന ശുശ്രൂഷ ചെയ്യുവാൻ കൊടുത്തിരിക്കുന്ന മനസ്സിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. മഴയാണ്, കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഗ്രൂപ്പിൽ കണ്ടതിനാലും നന്ദി പറയുന്നു കർത്താവേ. അതിന് ശുശ്രൂഷയൊക്കെ അനുഗ്രഹിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിജോയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മകനോടുള്ള വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിച്ചു കൊടുക്കുമാറാകണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി കൊടുക്കണമേ. സുശീല സിസ്റ്ററിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ. മക്കളെ രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രശ്മിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ബോംബെ പട്ടണത്തിൽ കർത്താവേ കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകൾക്കായി നന്ദി പറയുന്നു കർത്താവേ. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയ കൃപാവരങ്ങൾ കർത്താവ് കൊടുത്തു മാനിക്കുമാറാകണമേ കർത്താവേ. സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജയിനെ കർത്തന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുത്തു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജെഫിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഗ്രൂപ്പിൽ കടന്നു വന്നത് എനിക്കൊരു അനുഗ്രഹമായി എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഞ്ജുഷയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൂടുതൽ വിവേകത്തോടെ കർത്താവേ, പരിജ്ഞാനത്തോടെ കർത്താവേ. ഹല്ലേലൂയ. ദൈവകൃപയിൽ വളരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. കുറ്റങ്ങളെ കുറവുകളോ ഒന്നും കർത്താവേ കണക്കിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മോളി സാമുവലിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ. കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മോനിഷയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവേ. സാറാമ്മയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഷെർലിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് കരുതുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതാ ഞാനും എന്റെ മക്കളും എന്ന് കർത്താവേ വചനത്തിൽ പറയുന്നത് പോലെ എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. തടസ്സങ്ങളെല്ലാം മാറ്റണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം മറുപടി തരുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ സൂം മീറ്റിങ്ങിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഡെയിലി കർത്താവേ ഇത് നടത്തുവാൻ തക്കവണ്ണമുള്ള കൃപയും കരുണയും കർത്താവ് തരുമാറാകണമേ കർത്താവേ. അതിനായി കർത്താവ് ദൈവജനത്തെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഗ്രൂപ്പിൽ കയറി വന്ന് ശുശ്രൂഷിച്ചിട്ട് കടന്നുപോയ എല്ലാ അഭിഷിക്തന്മാരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവേ ഞങ്ങൾക്ക് തന്ന ദൂതുകൾ ആലോചനകളൊക്കെ നിവൃത്തിയാകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങളും അപ്പന്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇനിയും ആരെങ്കിലും കർത്താവെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ അവരെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന ആൾസ്തോത്രം സകലം യേശുനാമത്തിൽ തന്നെ. ആമീൻ. ആമേൻ. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. എത്രത്തോളം സമയം എല്ലാ കുടുംബങ്ങളെയും വഹിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം പ്രിയ മളമാമയെ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം. കൂടുതൽ കൂടുതൽ ദൈവം ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ, ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് നമ്മുടെ തലമുറകളെല്ലാം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ചൊല്ലി കരയാൻ പറഞ്ഞ് ഈ ദുഷ്ട നിറഞ്ഞ ലോകത്തിലെ അനേകായിരം തലമുറകൾ പാപത്തിൽ കിടക്കുന്നുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ തക്കവണ്ണം നമ്മുടെ തലമുറകളെ, ലോകമെമ്പാടുമുള്ള തലമുറകളെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഒരു വഴികൾ വാതിലൊക്കെ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ വിവാഹപ്രായമായ നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കുടുംബസ്ഥരായ എല്ലാ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിദേശ രാജ്യങ്ങളിൽ തലമുറകളില്ലാതെയും അതുപോലെ ജോലി
ജോലിയില്ലാതെ ഭാരപ്പെടും. നമ്മുടെ മഞ്ജുഷയെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കണം. സിജോയെ ഓർത്ത് പ്രാർത്ഥിക്കണം. അത് ആര്യയ്ക്കൊരു വിദ്യാഭ്യാസത്തിനൊരു വഴി തുറന്നു കൊടുക്കണം. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ കുടുംബസ്ഥരായ കുഞ്ഞുങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ കുടുംബമായി ദൈവത്തിന് വേണ്ടി ദൈവവേലയ്ക്ക് ചുമല് കൊടുക്കുന്ന കുഞ്ഞുങ്ങളാക്കി മാറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതിന്റെ കൂടെ നമ്മുടെ വാർദ്ധക്യത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്ന അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. രാത്രി എല്ലാ വിഷയങ്ങളെ ഓർത്ത് സുശീലേശ്വര പ്രാർത്ഥിച്ചേ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ എന്റെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവെ ഒരു പ്രാവശ്യം കൂടി എന്റെ അപ്പായുടെ പാദപീഠത്തിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഒരുക്കി തന്ന ഈ ഭാഗ്യ നിമിഷത്തെ ഓർത്ത് എന്റെ അപ്പായെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ. സ്വർഗത്തിലെങ്കിലും ഭൂമിയിലെങ്കിലും കർത്താവെ, രക്ഷയ്ക്കായി പിതാവെ അപ്പയുടെ നാമമല്ലാതെ മറ്റൊരു നാമവും അയക്കപ്പെട്ടിട്ടില്ലെന്ന് തിരുവചനം പറയുന്നുണ്ടല്ലോ കർത്താവെ. അങ്ങനെയെങ്കിൽ ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ അപ്പായുടെ കരം കുറിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം ചെവി മന്ദമായിട്ടുമില്ല. കർത്താവെ, സിസ്റ്ററിൽ കൂടി കേട്ട സമസ്ത വിഷയങ്ങളെയും അപ്പായുടെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ വലിയവനായ ദൈവം കർത്താവെ, ഞങ്ങളുടെ തലമുറകളെ എല്ലാം അപ്പായുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കർമ്മേൽ ഗ്രൂപ്പിലുള്ള എത്ര കുടുംബങ്ങളുണ്ടോ, ആ കുടുംബത്തിൽ എത്ര തലമുറകളുണ്ടോ, അവരെ എല്ലാം എന്റെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവെ, അവരുടെ സമസ്ത വിഷയങ്ങളെയും പിതാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ഞങ്ങളുടെ തലമുറകളായിരിക്കുമ്പോൾ കർത്താവെ, എണ്ണത്തിൽ ഒന്നുപോലും നഷ്ടമായി പോകുവാൻ, പാപക്കുഴിയിൽ വീഴുവാൻ എന്റെ സ്വർഗം ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. എന്നും അവർ എന്റെ കർത്താവിനെ മാതൃകയാക്കി ജീവിക്കുന്ന പൈതങ്ങളായി തീരുവാൻ എന്റെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളുടെ തലമുറയെ ഓർത്ത് കരയുവിൻ അരുളി ചെയ്തതുപോലെ കർത്താവെ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി അപ്പായുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ യാചനയോടെ ആയിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ തലമുറകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിലുകൾ ലഭിക്കാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ കർത്താവെ. വലിയവനായ ദൈവം ഒരു വാക്ക് അവിടുന്ന് കൽപ്പിച്ചാൽ മാത്രം മതിയല്ലോ അപ്പാ. ഉപജീവന മാർഗത്തിന് അവർക്കൊരു വഴിയും വാതിലും എന്റെ അപ്പ തുറന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ തുറന്നാൽ ആർക്കും അത് അടയ്ക്കുവാൻ കഴിയില്ലല്ലോ അപ്പാ. നീ അടച്ചാൽ അത് ആർക്കും തുറക്കുവാനും കഴിയില്ല. സ്വർഗീയ രാജാവെ, ഒരുമനപ്പെട്ട് ഞങ്ങൾ ഐക്യമത്യത്തോടെ അപ്പായുടെ പാദപീഠത്തിൽ യാചനയോടെ ചോദിക്കുന്ന കർത്താവെ. യേശുവെ, അവിടുത്തെ കരമൊന്ന് ഇറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല കർത്താവെ, എന്റെ അപ്പായുടെ മറുപടി കാണുവാൻ, അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ കേൾക്കുവാൻ എന്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ഈ കൂടിവരവ് ഒന്നും വെറും ഒരു ചടങ്ങാക്കി ദൈവം മാറ്റല്ലേ കർത്താവെ. ഞങ്ങളുടെ ഒരു ജോലി ചെയ്ത് തീർക്കുവാനല്ല കർത്താവെ. അപ്പായിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതൊക്കെയും പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ സ്വർഗമേ അവിടുത്തെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം ആ കരം കുറിയിട്ടില്ലല്ലോ കർത്താവെ. കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം ചെവി മന്ദമായിട്ടുമില്ലപ്പാ. ഞങ്ങൾ ആരും പൂർണ്ണരല്ല കർത്താവെ. ഞങ്ങളുടെ കുറവശങ്ങൾ ഒന്നും അവിടുന്ന് ഓർക്കല്ലേ. ഞങ്ങളുടെ ബാല്യത്തിലെ പാവങ്ങളെ നീ ഓർക്കല്ലേ അപ്പാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അപ്പാ ഞങ്ങളുടെ കുറവുകൾ ഒരു കാരണമായി തീരല്ലേ അപ്പാ. നിന്റെ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ച് മാനിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവര് സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും കർത്താവെ യേശുവെ, അവരുടെ കർത്താവിനെ മാതൃകയാക്കി ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്ക് ചുറ്റും തീമതിൽ കെട്ടി സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. മുൻപടയായി പിൻപടയായി ദൂതന്മാരെ കാവൽ ചെയ്തു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മനുഷ്യ സഹായങ്ങൾക്ക് എപ്പോഴും പരിമിതികൾ ഉണ്ടല്ലോ കർത്താവെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ സർവേശ്വരൻ കർത്താവെ, അവിടുന്ന് പ്രവർത്തിച്ചാൽ അതെന്നും പൂർണ്ണതയുള്ളതാണ് കർത്താവെ. മൺമാറും മിൺമാറും മർത്യരെല്ലാം വാക്കുമാറും കർത്താവെ. എന്റെ യേശു വാക്കുമാറാത്തവൻ കർത്താവെ. ഒന്നോ രണ്ടോ പേർ ഐക്യമത്യപ്പെട്ട് ചോദിക്കുന്ന ഏത് വിഷയത്തിനും ഞാൻ മറുപടി നൽകാമെന്ന് അപ്പായുടെ വചനമുണ്ടല്ലോ കർത്താവെ. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ ഒരുമനപ്പെട്ട് ഒരുമിച്ച് കർത്താവെ അപ്പായോട് യാചിക്കുന്ന വിഷയങ്ങളൊക്കെ എല്ലാം ദൈവമേ ഒരു മറുപടി കാണുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ കർത്താവേ.
മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് എൻ്റെ അപ്പായുടെ ഇഷ്ടം കൂടിയാണ് കർത്താവേ. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ കർത്താവെ ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാതെ വിവാഹപ്രായം കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തക്കതായ തുണയെ ദൈവം ഒരുക്കണമേ അപ്പാ. ഈ 2025 കർത്താവെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും വിവാഹം നടക്കാത്ത മക്കളുടെ വിവാഹം നടക്കുവാൻ സ്വർഗം തക്കതായ തുണകളെ ഒരുക്കി അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്യ ജീവിതം കർത്താവെ നിന്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, ഞങ്ങളുടെ കുറവുകൾ ഒന്നും കർത്താവെ അതിന് മറുപടി തടസ്സമായിരിക്കുവാൻ സ്വർഗം ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വയ്ക്കാൻ എൻ്റെ സ്വർഗം ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കാൻ ശക്തനായവനിൽ ഞങ്ങൾ ഫരമേൽപ്പിക്കുന്ന കർത്താവെ. വലിയവനായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിവാഹം കഴിഞ്ഞിട്ട് തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം കൊടുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ. സ്വന്തമായി ഭവനമില്ലാത്തവരുണ്ട് കർത്താവെ. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, വിശപ്പിന് ഭക്ഷണമില്ലാതെ, തലചായ്ക്കാൻ ഇടമില്ലാതെ അനേകായിരങ്ങൾ ദുഃഖത്തിലും കഷ്ടത്തിലും പ്രയാസത്തിലും ഈ ലോകത്തിൽ കണ്ടും കാണാതെയും ഒക്കെ ഉണ്ടല്ലോ കർത്താവെ. എല്ലാം അവിടുത്തെ സൃഷ്ടികൾ മാത്രമാണ് കർത്താവെ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് അങ്ങാണല്ലോ കർത്താവെ. എല്ലാവർക്കും കർത്താവ് അങ്ങ് ഒരുവെന്ന് വചനം പറയുന്നുണ്ടല്ലോ കർത്താവെ. നിന്നെ അറിഞ്ഞവർക്കും അറിയാത്തവർക്കും കർത്താവ് നീ തന്നെയാണ് കർത്താവെ. നിന്റെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് വലിയവ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലും രോഗത്തിലും ഒക്കെ ആയിരിക്കുന്ന മാതാപിതാക്കളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പാ. രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശമാണ് കർത്താവെ. ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആയുസ് കർത്താവെ അല്പം സമാധാനം സന്തോഷം അനുഭവിച്ചു മടങ്ങുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവെ നിന്റെ ഓരോ മക്കളോട് കരുണ ചെയ്യണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. അങ്ങ് ആയുസ് തരുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യത്തോടെ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശമാണല്ലോ കർത്താവെ. അങ്ങയുടെ മക്കളോട് കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആരും ദുർബലരായിരിക്കുവാൻ സ്വർഗം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആത്മീകമായി, ഭൗതികമായി, ശാരീരികമായി, സാമ്പത്തികമായി എല്ലാവിധ അനുഗ്രഹങ്ങളാലും എൻ്റെ സ്വർഗം നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ വിഷയങ്ങളും പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച സുശീലസ്ഥ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. വീണ്ടും നമുക്ക് ലോകരാജ്യങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ഓർക്കാം. അതുപോലെ ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള അഭിഷിക്തന്മാരെ അഭിഷിക്തകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആളുകളിൽ ഒത്തിരി ഉപവാസ പ്രാർത്ഥനകളും കൺവെൻഷനുകളും ഒക്കെ ഉണ്ട്. അനേക പ്രിയപ്പെട്ടവര് വിശ്വാസ ജീവിതത്തിൽ വരുവാനും സ്നാനപ്പെട്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനും ഒക്കെ ഓരോ ഉപവാസ പ്രാർത്ഥനകളൊക്കെ ഇടയാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. രാജ്യങ്ങളുടെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മുന്നോട്ട് പോകുവാനും ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ രഹസ്യമായിട്ട് ഒത്തിരി പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. സൗദി അറേബ്യയിലൊക്കെ ഒരുപാട് ദേവദാസന്മാരും വിശ്വാസികളൊക്കെ വില കൊടുത്തിട്ടാണ് അവിടെ രഹസ്യത്തിൽ ആരാധനകൾ നടക്കുന്നത്. അതൊക്കെ ആ രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടിയും വിടുതലിന് വേണ്ടിയിട്ടൊക്കെ ആയിത്തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന നമ്മുടെ പ്രണതയുടെ ഹസ്ബൻഡിനെ, അതുപോലെ രായിച്ചാനെ, അങ്ങനെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സൗദി അറേബ്യ ഹോസ്പിറ്റലിലായി ഡിസ്ചാർജ് ഒക്കെ ആയിരിക്കുന്ന ചാക്കോ ബ്രദറിനെ, അങ്ങനെ ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് നമ്മുടെ അറിവിലും അറിയാതെയും രോഗികളായിരിക്കുന്നവരെ. അവരെ എല്ലാവരെയും വഹിച്ചുകൊണ്ട് സൂസമ്മ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി അങ്ങ് നന്ദിയോടെ സ്തോത്രം കർത്താവെ. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ഇന്ന് കാലം കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. രാത്രിയാമത്തിൽ കർത്താവെ അല്പസമയം ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കുന്ന അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദാസി പറഞ്ഞ വിഷയമായി അടിയങ്ങൾ അങ്ങയുടെ പാദപീഠത്തിനടുത്ത് വരുന്ന കർത്താവ്. കേൾക്കുന്നില്ലേ?
എന്താ മോളെ സൂസമ്മ കേൾക്കുന്നില്ലല്ലോ, നെറ്റ് പോയതാണോ? കൂടെ കേൾക്കുന്നുണ്ടല്ലോ. സിസ്റ്ററുടെ ഫോൺ നോക്ക്, കേക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ഹല്ലേലൂയ. ആ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി അടിയങ്ങൾ കേൾക്കുന്നില്ലല്ലോ പ്രാർത്ഥിക്കുന്നത്. സുസമ്മ. കേൾക്കുന്നില്ലേ? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം അവർക്ക് സ്തോത്രം സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലുള്ള കേൾക്കുന്നു സിസ്റ്ററെ. കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. കാൽവറി കൂടി ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഇടവാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ യാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇത്രത്തോളം സമയം വിവിധങ്ങളായ വിഷയങ്ങളുമായി അങ്ങയുടെ കൃപാസനത്തിൽ അടുത്ത് വരുവാൻ ഞങ്ങളെ സഹായിച്ച വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അപ്പച്ച, ഞങ്ങളുടെ ഓരോ കൂടിവരവും കർത്താവിന്റെ നാമമഹത്വമായി തീരുവാൻ സ്വർഗത്തിലെ അപ്പാ സഹായിക്കണവേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭക്തനോട് ചേർന്നുകൊണ്ട് കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഒരുങ്ങി അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുവാൻ കർത്താവെ, ഞങ്ങളുടെ വാക്കുകൾക്കും ചെവി തന്ന് ഞങ്ങളുടെ ധ്യാനത്തെ ശ്രദ്ധിച്ച് കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും സ്വർഗത്തിലെ അപ്പൻ തക്ക സമയത്ത് മറുപടി തന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ സ്തോത്രം സ്തോത്രം. അപ്പാ, നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കി തരാമെന്ന് പറഞ്ഞ കർത്താവെ, എല്ലാ രാജ്യങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രപ്പ. ജാതികളുടെ നന്മ ഞങ്ങളുടെ കരങ്ങളിൽ തരുമെന്ന് അരുളി ചെയ്ത കർത്താവെ, ഞങ്ങൾ നിൽക്കുന്ന ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ഇന്ത്യയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക അഭിഷക്തന്മാർ ജയിലുകളിൽ കർത്താവെ ആയിരിക്കുന്നല്ലോ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമാധാനത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവെ, അവരുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടാൻ സമ്മതിക്കാതെ അവരെ ബലപ്പെടുത്തണമേ കർത്താവെ. അവർ നിമിത്തം ജയിലിലുള്ള എല്ലാവരും മാനസാന്തരപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം. ജയിൽ മിനിസ്ട്രി, ഹോസ്പിറ്റൽ മിനിസ്ട്രി, ട്രൈബൽ മിനിസ്ട്രി കർത്താവെ, ബൈബിൾ സൊസൈറ്റി കർത്താവ്, മറ്റ് പരസ്യയോഗങ്ങളെ, കൺവെൻഷനുകളെ, ഉപവാസ പ്രാർത്ഥനകളെ എല്ലാം കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ കേരളത്തിൽ ഒത്തിരി സഭകളിൽ ഉപവാസ പ്രാർത്ഥനകൾ ഉണ്ടല്ലോ അപ്പാ കർത്താവേ. ദൈവദാസന്മാരും സഭയാം കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഓരോ വ്യക്തി ജീവിതങ്ങളെ അങ്ങ് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ജലത്തിൽ സാക്ഷ്യപ്പെടുത്തുവാനൊക്കെയും പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. അനേകായിരങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തകർന്ന് കുടുംബങ്ങളിൽ കിടക്കുന്നല്ല കർത്താവെ, അവരെയൊക്കെ ഒന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പച്ച, ക്ഷീണം പ്രവർത്തിക്കുന്ന സകല ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ, സഭയാം കുടുംബങ്ങളെ, തലമുറകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ, ഒരു കുഞ്ഞുങ്ങളെ പോലും ദുഷ്ടൻ ദൃഷ്ടി വെക്കല്ലേ എന്ന് പ്രാർത്ഥിക്കും. ലോകരാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുക. യെരൂശലേമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദേശത്ത് അപ്പച്ച അനേകർ ക്രിസ്തുവിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് ഈ ദേശത്ത് ഒരു ഉണർവ് ഉണ്ടാകണമേ കർത്താവെ. പാപത്തിൽ കിടക്കുന്ന ജനങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഞങ്ങളെ പോലെ അവിടെ ആയിരുന്നു കർത്താവിന്റെ പാദപിടത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുവാൻ തക്കവണ്ണം ഞാൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ കർത്താവെ അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം കർത്താവെ. എല്ലാ രാജ്യങ്ങളെ ഭരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ ശലോമോന് കൊടുത്ത ബുദ്ധി, ജ്ഞാനം, വിവേകം കൊണ്ട് ദൈവമേ എല്ലാ ഭരണാധികാരികളെ നിറയ്ക്കണമേ കർത്താവ്. രാജ്യങ്ങളുടെ നിയമങ്ങൾക്ക് അനുസരിച്ച് ഞങ്ങളൊക്കെ മുന്നേറുവാൻ സ്വർഗം സഹായിക്കണമേ. സൗദി അറേബ്യ, അറബ് രാജ്യങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ രഹസ്യത്തിൽ അനേകായിരം കർത്താവെ ദൈവദാസന്മാരും പ്രിയപ്പെട്ടവരൊക്കെയും വില കൊടുത്ത് കർത്താവെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ രഹസ്യത്തിൽ കർത്താവെ പ്രാർത്ഥിച്ചാൽ പരസ്യത്തിൽ മറുപടി കൊടുത്തു മാനിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഓരോ രാജ്യങ്ങളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയുടെ പട്ടണത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ദേശങ്ങളിലൊക്കെ അനേകായിരങ്ങള് അഭിഷക്തന്മാരുണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറുന്ന എല്ലാ ദൈവദാസന്മാരെ, അവിടെ കുടുംബങ്ങളെ, തലമുറകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം വചനത്തെ കേൾവി ഞങ്ങൾ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഒത്തിരി തിരക്കുകൾക്കിടയിലും ജോലിയുടെ മധ്യത്തിലൊക്കെയും കർത്താവെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വചനം പറയുവാൻ തക്കവണ്ണം ഈ പ്രിയ മകനെ അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യത്തിൽ വചനവുമായി നിൽക്കുമ്പോൾ അപ്പ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് സംസാരിപ്പാൻ ഇടയാക്കണം
ഇടയാക്കണം. കയറി ഓരോ കുടുംബങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി ഇടപെടണമേ. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾ അനവധിയായ പ്രാർത്ഥനാ വിഷയങ്ങൾ അപ്പന്റെ പാദപീഠത്തിൽ വെച്ചല്ലോ. ഇനി ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പച്ച കർത്താവേ, ഇന്ന് രാത്രി കയറി ഓരോ കുടുംബങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ, നീറുന്ന വിഷയമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിരിക്കണം. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കണം. നെറ്റിന്റെ ഒരു വിഷയം ഉണ്ടാകല്ലേ. അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്നു. ഇത്രത്തോളം സമയാരാധന ലീഡ് ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും തന്ന സാവകാശത്തിനായി കോടാനുകോടി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലതും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമറുമാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. പ്രിയ അഭിഷേക്തനെ ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിനിരനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലം ദൈവത്തിന്റെ വചനവുമായി പിന്നെയും നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഇങ്ങനെ ഒരു സാവകാശം കൂടെ ഒരുക്കി തന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. തികച്ചും വളരെ തിരക്കേറിയ ഒരു സാഹചര്യമായിരുന്നു ഇന്നലെയും ഇന്നും ഒക്കെ ഉണ്ടായിരുന്നത്. ചില ദിവസങ്ങൾക്ക് മുൻപേ ഗ്രേസി സിസ്റ്ററിനോട് വചനത്തിൽ ഈ ആഴ്ച ഒരു ദിവസം സംസാരിക്കാനായിട്ട് തയ്യാറാകണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ എന്നാണെന്നുള്ളത് പറഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്ത വെച്ചോണ്ട് അത് അനുസരിച്ച് അതിനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യാമെന്നുള്ള ചിന്തയോടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാൽ കാര്യം പറഞ്ഞ സമയമായപ്പോൾ എനിക്ക് അതിനുള്ളതായ ക്രമീകരണത്തിനുള്ളതായ സമയം കുറഞ്ഞുപോയി. എങ്കിലും നമ്മൾ അല്പനേരം ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധാനത്തിലായിരിക്കുന്നെങ്കിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ തക്കോണം, നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും ബലവും പകരുവാൻ തക്കോണം, നമ്മുടെ ചിന്താഗതികൾക്കൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകുവാൻ തക്കോണം ഇടയായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ എല്ലാ ദിവസവും ഇങ്ങനെ മീറ്റിങ്ങുകൾക്കൊക്കെ കടന്നു വന്ന് എല്ലാ ദിവസവും ഇങ്ങനെ ഒരു കൂടിവരവ് നമ്മുടെ മധ്യത്തിൽ ലഭിക്കുന്നത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. പല ദിവസങ്ങളിലും എനിക്കും കയറുവാനും ദൈവവചനം കേൾക്കുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അതൊക്കെ എൻ്റെയും ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കോണം ഇടയായി തീർന്നു. എന്നാൽ ഈ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാം എന്നുള്ള ചിന്തയാണ് നമ്മൾ ഉണ്ടാകുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കും അങ്ങനെ ഒരു സംഭവം നടക്കുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ചിന്തിച്ചു, എന്നോട് എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ, കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളല്ലോ എന്നുള്ളതായ ചിന്തയോടെ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ പേര് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നതായിട്ട് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഗ്രേസ് സിസ്റ്റർ ഉറക്കെ എൻ്റെ പേര് പറയുന്നത് കേട്ടോണ്ടാണ് ഓടി വന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നത്. പലപ്പോഴും നമ്മൾ വീഡിയോ ഓഫ് ചെയ്തിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾ അങ്ങനെയൊക്കെ ആയി മാറുവാൻ തക്കോണം ഇടയായി. നമ്മുടെ മറ്റുള്ള ചിന്തകളിലൊക്കെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ സമയങ്ങളെ ചിലവഴിപ്പാൻ ഇടയായി തീരും. അങ്ങനെയൊന്നും ആകാതെ കൊണ്ട് നമ്മൾ ദൈവസന്നിധാനത്തിലാണ് ആയിരിക്കുന്നതെന്നുള്ളതായ ബോധത്തോടെ നമ്മൾ ദൈവസന്നിധാനത്തിലായിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കോണം ഇടയായി തീരും. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരൊക്കെ വളരെ ദൈവസന്നിധാനത്തിലാണ് ആയിരിക്കുന്നുള്ളതായ ബോധത്തോടെ ദൈവപാദപീഠത്തിലായിരിക്കാൻ തക്കോണം ഇടയായി തീരട്ടെ. കേൾക്കപ്പെടുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വർധനവിന് അത് കാരണമായി തീരുവാൻ തക്കോണം ഇടയായി തീരട്ടെ. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കോണം ഇടയായി തീരുന്നത്, ഹല്ലേലൂയ സ്തോത്രം, നമ്മള് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളകളിലൊക്കെ യേശു പ്രസംഗിച്ചതായ പ്രസംഗത്തിന്റെ ഉൾക്കരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവീൻ എന്നുള്ളതായ ഒരു പ്രസംഗമായിരുന്നു താന് ഈ ലോകത്ത് ഹല്ലേലൂയ താന് പ്രസംഗിച്ചിടത്തിൽ താൻ കടന്നു ചെന്ന മേഖലകളിലെല്ലാം പ്രസംഗിക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്.
സ്തോത്രം. അത് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം നോക്കുമ്പോൾ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയും നമ്മൾക്ക് വായിക്കാനായിട്ട് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ നമ്മൾ ഓരോ സുവിശേഷങ്ങളും നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഹല്ലേലൂയ. ആയതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താവശ്യമാണെന്നാണ് അവിടെ പറയുന്നത്? മാനസാന്തരം ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. യേശു എവിടെയൊക്കെ ശുശ്രൂഷിച്ചോ, എവിടെയൊക്കെ സംസാരിച്ചുവോ, അവിടെയെല്ലാം ദൈവത്തിന്റെ വചനം താൻ ശുശ്രൂഷിച്ചപ്പോഴെല്ലാം താൻക്ക് ഓർപ്പിക്കുവാൻ, ജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, ഹല്ലേലൂയ, നിങ്ങൾ മാനസാന്തരപ്പെടണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടണം എന്നാണ് ഹല്ലേലൂയ കാണുവാൻ തക്കവണ്ണം ഇടയായത്. പത്രോസിന്റെ 1 പത്രോസ് ഹല്ലേലൂയ 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി വന്നിരിക്കുന്നതിൻ്റെ എല്ലാറ്റിൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളതായ ഒരു ബോധത്തോടെയാണ് നാം ഇന്ന് രാത്രികാലം ദൈവസന്നിധാനത്തിലായിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭൗതികമായ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിലുള്ളതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാര്യം ശരിയാണ്. എങ്കിലും നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആ സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മൾ എല്ലാറ്റിൻ്റെയും അവസാനം സമർപ്പിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഹല്ലേലൂയ ലോകത്തിൻ്റെതായ സാഹചര്യങ്ങളെയൊക്കെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ നാവിൽ കൂടെ പറയുന്ന ഒരു കാര്യമാണ്, എന്ത്? ലോകത്തിന്റെ അവസാനം വന്നിരിക്കുന്നു, അവസാന കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു, ഹല്ലേലൂയ എന്നൊക്കെ നമ്മൾ ഹല്ലേലൂയ വാതോരാതെ നമ്മൾ സംസാരിക്കുന്ന കാര്യമാണ്. എപ്പോഴും നമ്മളൊരു കാര്യം, എന്തെങ്കിലും ഒരു അനർത്ഥം നമ്മുടെ മുൻപിൽ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് എന്തിനാ വിളിച്ചറിയിക്കുന്നത്? കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. ലോകാവസാനം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതായ ചിന്ത നമ്മളെ ഭരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നടുവിൽ നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? നാം ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നവരായിത്തീരണം. പക്ഷെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹവും ചിന്തയും എന്നുള്ളത് എന്താണ്? സ്തോത്രം, ഈ ലോകത്തിന് വേണ്ടിയുള്ളതും ഈ ലോകത്ത് നമ്മൾ അല്പം നന്മകൾ പ്രാപിക്കണമെന്നുള്ളതും ഈ ലോകത്ത് ചില ഭൗതികമായ ആവശ്യങ്ങൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ട് അല്ലെങ്കിൽ അതിൽ സംതൃപ്തരായി തീരണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ ഓരോ മീറ്റിങ്ങുകളിലും കടന്നു വന്ന് ദൈവവചനം കേൾക്കുമ്പോൾ അതിൽ കൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കോണം ഇടയായി തീരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവനും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ, ഈ ലോകത്തിൻ്റെതായ ആവശ്യങ്ങൾ, ഈ ലോകത്തിൻ്റെതായ വിഷയങ്ങൾ, ഈ ലോകത്ത് നമ്മൾ ഭാരപ്പെടുന്ന, നമ്മൾ പ്രയാസപ്പെടുന്ന, നമ്മൾ ദുഃഖിക്കുന്ന വിഷയങ്ങളുടെ മറുപടികൾ ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നാം ഓരോരുത്തരും ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. എന്നാൽ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് അവന് ഹല്ലേലൂയ കടന്നു വന്ന ജനത്തോടെ, യേശു കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ അനേകായിരങ്ങൾ അവൻ്റെ ഹല്ലേലൂയ മുൻപിലേക്ക് കടന്നു വരുമായിരുന്നു. അവന്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ കേൾക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് യേശുവിന്റെ അടുക്കലേക്ക് അനേകായിരങ്ങൾ കടന്നു വരുവാൻ തക്കോണം ഇടയായി തീർന്നത്. സ്തോത്രം. അങ്ങനെ കടന്നു വരുമ്പോൾ സ്തോത്രം അവരോടെല്ലാം ഹല്ലേലൂയ യേശുവിന് പറയാനുണ്ടായിരുന്ന ഒരേ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രികാലവും എനിക്കും നിങ്ങളോട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒരു മീറ്റിങ്ങിന് നാം കടന്നു വരുന്നത് മുഖാന്തരം, ദൈവത്തിന്റെ വചനം നാം കേൾക്കുന്നത് മുഖാന്തരം, ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഒരു ക്രിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി നമ്മുടെ വിഷയങ്ങൾക്ക്, നമ്മുടെ മനസ്സിന്റെ ചിന്താഗതികൾക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുന്ന ഒരു അനുഭവത്തിലേക്ക് നാം മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം.
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. കേൾക്കാം പാസ്റ്ററെ, കുഴപ്പമില്ല. ഓക്കെ. എന്തോ ഒരു മെസ്സേജ് വന്ന പോലെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മീറ്റിങ്ങിന് നാം കടന്നു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അത് ഒരു രൂപാന്തരത്തിന്, ഒരു വ്യത്യാസത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. യേശു കടന്നു വന്ന് ഹല്ലേലൂയ താൻ പ്രസംഗിച്ചപ്പോൾ, താൻ ഓരോ കാര്യങ്ങളും സംസാരിച്ചപ്പോൾ, താൻ ഹല്ലേലൂയ സ്തോത്രം പല കാര്യങ്ങളിലും ഹല്ലേലൂയ എല്ലാം ഉപമകളായിട്ടും എല്ലാവർക്കും അത് ഗ്രഹിക്കത്തക്ക നിലയിലും അത് മനസ്സിലാകത്തക്ക രീതിയിലുമാണ് യേശു ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതിന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇന്ന് രാത്രികാലം. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സാദൃശ്യം ആകും. സ്തോത്രം. അവിടെ 10 കന്യകമാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു ചില കാര്യങ്ങൾ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ഇതൊരു കഥ പോലെ വായിച്ച് വിടുവാനുള്ളതല്ല. നമ്മളുടെ ജീവിതത്തിൽ അതിനെ ഏറ്റെടുക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തേണ്ട കാര്യങ്ങളെ ക്രമീകരിക്കപ്പെട്ട് സ്തോത്രം നാം നിത്യതയോട് അടുക്കുന്ന, നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് നീങ്ങുവാൻ തക്കവണ്ണം ഇടയാതെ യേശു അവിടെ ഹല്ലേലൂയ താൻ ഒരു ഉപമയായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് വന്നതായ കൂട്ടത്തിൽ 10 കന്യകമാരുടെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നു, 5 പേര് ബുദ്ധി ഇല്ലാത്തവരായിരുന്നു. ഹല്ലേലൂയ 5 പേര് വിളക്കിൽ എണ്ണ കരുതിയിരുന്നു, 5 പേര് വിളക്കിൽ എണ്ണ കരുതിയില്ല. മണവാളൻ വന്നപ്പോൾ ഹല്ലേലൂയ അവര് ഉണർന്നു. 10 പേരും എന്ത് ചെയ്തു? വിളക്ക് തെളിയിച്ചു. എന്നാൽ 5 പേരുടെ വിളക്കിൽ എണ്ണയില്ലാഞ്ഞത് കൊണ്ട് അത് വേണ്ട വിധത്തിൽ വിളക്ക് തെളിയിക്കുവാൻ കഴിഞ്ഞില്ല. 5 പേര് കൂടെയുള്ളവരോട് ചോദിച്ചു, വായ്പ ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇരാതിരിക്കേണ്ടതിന് നിങ്ങൾ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ അവിടെ പോയി വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. 5 പേര് മണവാളൻ വന്ന് മണവാളന്റെ ശബ്ദം കേട്ടുകൊണ്ട് വിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി. ഹല്ലേലൂയ അവര് വിളക്കിലേക്ക് എണ്ണയും കരുതിക്കൊണ്ട് മടങ്ങി വന്നപ്പോൾ അവർക്ക് നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ പോയി മടങ്ങി വന്ന് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ, ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അതിന്റെ 11-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യത്തിൽ, അതിന്റെ 10-ാമത്തെ വാക്യം 10 മുതൽ ഒന്ന് വായിച്ചേ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു. നോക്കുക, അവിടെ വായിക്കുന്ന 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: 10 പേരും എന്ത് ചെയ്തു? അവരിങ്ങനെ രാവിലെ മുതൽ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരിങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. ഒരുങ്ങിയിരിക്കുമ്പോൾ തന്നെ വേണ്ട വിധത്തിലുള്ള ക്രമീകരണങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയാഞ്ഞത് കൊണ്ട് സ്തോത്രം മണവാളന്റെ ശബ്ദം കേട്ടപ്പോൾ അവർ വിളക്ക് കത്തിച്ചെങ്കിലും അവർക്ക് കത്തിക്കാൻ 10 പേർക്ക് 5 പേർക്ക് വിളക്ക് കത്തിക്കാനായിട്ട് സാധിച്ചില്ല. 5 പേര് വിളക്ക് കത്തിച്ചു. ആ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിച്ചത്: അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. സ്തോത്രം. 5 പേരുടെ കയ്യിൽ വിളക്ക് കത്തിക്കാനായിട്ട് അവരുടെ കയ്യിൽ എണ്ണ ഇല്ലാഞ്ഞത് കൊണ്ട് അവർ വാങ്ങാനായിട്ട് പോയി. ആ പോയ സമയത്ത് എന്തു പറ്റി? മണവാളൻ വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതിനുശേഷം അടുത്ത വാക്യം പറയുന്നത് കേട്ടോ: മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. ഇന്ന് രാത്രികാലം 10, 15, 16, 18 പേര് നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ട്, ഇല്ലേ? സ്തോത്രം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. ഈ ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ എപ്പോൾ കർത്താവിന്റെ വരവാകുമെന്നുള്ളത് നാം ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്തിനു വേണ്ടി തയ്യാറാകണം? എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിളക്കിൽ എണ്ണ കരുതിക്കൊള്ളുന്ന ഒരു അനുഭവം കർത്താവ് എപ്പോൾ വന്നാൽ, ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ സൂമിൽ ദൈവത്തിന്റെ വചനം സംസാരിച്ചും കേട്ടും കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ വരവാണെങ്കിൽ സ്തോത്രം അവനോടുകൂടെ ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ
എടുക്കപ്പെട്ടു, വാതിലടച്ചു. സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, നാം ഹല്ലേലൂയ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിന്തയുണ്ടായിരിക്കണം, ഏത് നിമിഷവും കർത്താവിന്റെ വരവിന് സമയമാണ്. സ്തോത്രം. അത് നമ്മൾ അറിയുന്നില്ല, എപ്പോൾ വരുമെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. തിരുവചനം ഇങ്ങനെ പറയുന്നത്, കള്ളനെ പോലെയാണ് അവൻ വരുവാൻ തക്കോണം ഇടയായിത്തിന്. കള്ളൻ എപ്പോൾ വരുമെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല, ഇല്ലേ? എപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ കയറി വരുമെന്ന് നമ്മൾ അറിയുമെന്നുണ്ടെങ്കിൽ അവൻ വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നോക്കിയിരിക്കുക, അവൻ ഏതിലെ കൂടെയാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്, എന്താണ് അവൻ മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അതിനെയെല്ലാം ഭദ്രമാക്കി വെച്ച് അവന്റെ വരവിനെ ഹല്ലേലൂയ അവനെ നമ്മൾ തടസ്സപ്പെടുത്തത്തക്ക നിലയിൽ അതിനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യുവാനിടയായിത്തീരും. എന്നാൽ ഒന്നും അറിയാതെ അല്ലെങ്കിൽ അല്പനേരം രാത്രിയിൽ ഉറങ്ങാമെന്നൊക്കെ ചിന്തിച്ച് സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കും എവിടെ പഴുതുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ഹല്ലേലൂയ അതിലേക്കൂടെ കള്ളൻ കടന്നു വന്ന് ഭവനത്തിലുള്ളതൊക്കെ ഹല്ലേലൂയ അപകരിച്ചുകൊണ്ട് കടന്നു പോകുവാൻ തക്കോണം ഇടയായത് എന്ന് പറഞ്ഞതുപോലെയാണ് പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായിത്തീരണം. ഹല്ലേലൂയ അവന്റെ വരവ് കള്ളനെ പോലെയാണ്, ഏത് സമയത്ത് വരുമെന്നുള്ളത് അറിയുന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ആവശ്യമായിരിക്കുന്നത് ഒരു ഒരുക്കം ആവശ്യമാണ്. എപ്പോൾ വന്നാലും ഉറക്കത്തിലായാലും ശരി, നമ്മൾ ഹല്ലേലൂയ ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഉണർന്ന് ഹല്ലേലൂയ അവനോടുകൂടെ എടുക്കപ്പെടുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതിനുവേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഹല്ലേലൂയ അത് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ഹല്ലേലൂയ ഗ്രേസ് സിസ്റ്റർ ഇങ്ങനെ ഹല്ലേലൂയ അതിന് വേണ്ടിയിട്ട് വളരെ ആവലോടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു സഹോദരി ജോലിയും ചെയ്ത് അതിനിടയ്ക്ക് ഈ മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളുടെയും ക്രമീകരണങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് എത്ര പ്രയാസം ഉള്ളതായ കാര്യമാണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. സ്തോത്രം. ഇന്നലെ ഞാൻ ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് ഒന്ന് അടുത്ത ദിവസത്തേക്ക് ഒന്ന് മാറ്റാമോ എന്ന് ചോദിച്ചപ്പോൾ സഹോദരിയുടെ ആ വിഷമം താനാ പറയുന്നത്, ഇനി ഞാൻ ആരെങ്കിലും ഒന്ന് അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണമല്ലോ, ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ അതെൻ്റെ ആ മനസ്സിന്റെ ആ ഹൃദയത്തിലെ ആ ചിന്ത എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായി. ഉടനെ തന്നെ ഞാൻ അടുത്ത മെസ്സേജ് ഇട്ടു, സിസ്റ്റർ വിഷമിക്കേണ്ട, ഞാൻ തന്നെ ആ കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അത് അവിടെ സോൾവ് ചെയ്യുവാൻ തക്കോണം ഇടയായി. പ്രിയ ദൈവമക്കളെ, നമ്മളിങ്ങനെ കടന്നു വരുന്നതിന്റെ ഉദ്ദേശം ഹല്ലേലൂയ ഇതിന്റെ പിൻപിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവത്തിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കോണം ഇടയായി തീരണം. നമ്മൾ ഹല്ലേലൂയ എപ്പോഴും നമ്മുടെ വിളക്കിൽ എണ്ണ സംഭരിച്ചുകൊണ്ട് തയ്യാറായി നിൽക്കുന്ന 5 പേര്, അങ്ങനെയാണ് നമ്മൾ വായിച്ചത്. 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നു. അവർ 5 പേരും വിളക്കിൽ എന്ത് കരുതിയിരുന്നു? എണ്ണ കരുതിയിരുന്നു. മണവാളൻ വന്നു, മണവാളന്റെ ശബ്ദം അവർ കേട്ടു, വിളക്ക് കത്തിച്ചു. ഹല്ലേലൂയ മണവാളൻ കല്യാണ സദ്യക്ക് അവർ കയറി, വാതിലടച്ചു. സ്തോത്രം. അതിനുശേഷം മറ്റുള്ളവർ 5 പേര് വന്നപ്പോൾ ബുദ്ധിയില്ലാത്തവര്, കരുതാതെ ഇരുന്നവര് വന്നു. ഇവരെല്ലാം ഒന്നിച്ചാണ് ഇരുന്നത്, ഇല്ലേ? നമ്മളെല്ലാം ഒന്നിച്ചാണ് ഇരിക്കുന്നത്. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും എന്ത് ചെയ്യരുത്? സ്തോത്രം, കൈവിടപ്പെട്ടു പോകുവാൻ ഇടയായി തീരരുത്. ഇന്ന് രാത്രികാലം വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രസംഗിക്കുന്ന ഞാനും കേൾവിക്കാരായിരിക്കുന്ന നിങ്ങളും ഒരുപോലെ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വരവാണെങ്കിൽ ഞാൻ അവനോടുകൂടെ എടുക്കപ്പെടും എന്നുള്ളതായ ഒരു ഉറപ്പ്, ഒരു ധൈര്യം, ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഹല്ലേലൂയ നിത്യതയിലേക്ക് എത്തിക്കുവാൻ തക്കോണം ഇടയായിത്തീരും. അതിനുവേണ്ടി നാം തയ്യാറാകുവാൻ തക്കോണം ഇടയായിത്തീരണം. സ്തോത്രം. അതിനുവേണ്ടി നാം ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ പിന്നീട് ആവശ്യമുള്ളതെല്ലാം ദൈവം കരുതുവാൻ തക്കോണം ഇടയായിത്തീരും. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. എന്താണ് വായിക്കുന്നത്? മുമ്പേ ദൈവത്തിന്റെ നീതിയും രാജ്യവും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് നൽകി തരുമെന്നുള്ളത്. സ്തോത്രം. പലപ്പോഴും ഇതങ്ങ് ആദ്യത്തെ ആ 1-2 പോയിന്റ് നമ്മളങ്ങ് വിടും. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കാതെ ഇരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളങ്ങ് തിരക്കിലാണ്, ഓടി നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹല്ലേലൂയ ദൈവത്തിന്റെ നീതിയും രാജ്യവും നമ്മൾ അന്വേഷിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്ത് ജീവിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടി ഹല്ലേലൂയ അത് നെട്ടോട്ടം കൊള്ളുകയാണ്. നാളെ എങ്ങനെ ജീവിക്കും? നാളെ എന്തായിത്തീരും? നാളെ എൻ്റെ ഭാവി എന്തായിത്തീരും? നാളെ എൻ്റെ തലമുറയുടെ വിഷയം എന്തായിത്തീരും? ഹല്ലേലൂയ നാളെ എൻ്റെ ഹല്ലേലൂയ ഈ രോഗത്തിൻ്റെതായ വിഷയത്തിന്റെ ഹല്ലേലൂയ പരിഹാരം എങ്ങനെ കാണുവാൻ തക്കോണം ഇടയായിത്തീരും? നാളെ ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ കൊടുക്കുവാനുള്ള പണത്തിനുള്ളതായ വക ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെ പറഞ്ഞ് ഓരോരോ വിഷയങ്ങൾ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഭാരപ്പെടുകയാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്? മുമ്പേ ദൈവത്തിന്റെ നീതിയും രാജ്യവും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും ഞാൻ നിങ്ങൾക്ക്
നൽകി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ നീതിയും രാജ്യവും അന്വേഷിച്ചുകൊണ്ട് നാം മുന്നേറുവാൻ നാം ഒന്ന് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടിയുള്ളതെല്ലാം അതാത് സമയങ്ങളിൽ സ്തോത്രം ചെയ്തു തരുവാൻ തക്കോണം ഇവിടെയായത്. നമ്മൾ മക്കളെ വളർത്തുന്നവരല്ലേ. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് വേണ്ടുന്നതായ കാര്യം നാളെ എന്ത് വേണമെന്നുള്ളത് നമ്മൾ അവരെക്കുറിച്ച് ചിന്തിച്ച് അറിഞ്ഞ് അവർക്ക് വേണ്ടി കരുതുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെയല്ലേ പോലെയല്ലേ നാം ദൈവമക്കളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് നാളെക്കുറിച്ചുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പിള്ളേർ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നാളെ എനിക്ക് എന്തായിത്തീരും, നാളെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഫീസ് കൊടുക്കണം, ഹല്ലേലൂയ അത് പപ്പായുടെ തരാനുണ്ടോ, മമ്മിയുടെ തരാനുണ്ടോ, പപ്പ തരുമോ തരത്തില്ലോ, ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. സ്തോത്രം. അവർ വന്നിട്ട് ഇത്രയും പറയും, എന്താ നാളെ എൻ്റെ ഫീസ് കൊടുക്കേണ്ട ദിവസമാണ്. നമ്മൾ അതിനു മുമ്പ് തൊട്ടേ ഇവിടുന്ന് ആലോചിക്കുകയാണ് എങ്ങനെ കൊടുക്കും, എന്തായി തീരുമെന്നുള്ളത്. നമ്മൾ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അവർക്ക് ആ സമയത്ത് അത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്. സ്തോത്രം. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ. സ്തോത്രം. എന്താണ് അവസാനത്തെ വാക്യം? 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം ഹല്ലേലൂയ ഒന്ന് വായിക്കാമോ? അത് 23-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്ക് കേട്ടണം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. സ്തോത്രം. അപ്പോൾ നമ്മുടെ ദൈവം നമുക്ക് നൽകി തരുന്നതായ നന്മയും കരുണയും എങ്ങനെയാണ്? നമ്മെ പുറകെയാണ് അത് നമ്മളെ നയിക്കുവാൻ തക്കോണം. നമ്മുടെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പലപ്പോഴും ഹല്ലേലൂയ പലതും നമുക്ക് ലഭിക്കുമോ എന്നുള്ള ചിന്തയോടെ നാം ഭാരപ്പെടുന്നതിന്റെ കാരണം ഹല്ലേലൂയ ദൈവത്തിലുള്ള ആശ്രയം നമ്മിൽ കുറയുന്നത് കൊണ്ടാണ്. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തോടുള്ള സ്നേഹവും നമ്മിൽ നിന്ന് കുറയുമ്പോഴാണ് നമ്മൾ ഈ വിധ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ദുഃഖിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വസിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഉറയ്ക്കുക. ഹല്ലേലൂയ നാം നിത്യതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം നമ്മളേക്ക് കാണിച്ചു തന്നിരിക്കുന്ന പാതയിൽ കൂടെ പോകുവാനുള്ളതായ ഹല്ലേലൂയ ഒരു തീരുമാനത്തോടുകൂടെ അവൻ ഏത് വഴിയിൽ കൂടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഹല്ലേലൂയ മനസ്സിലാക്കി ദൈവത്തിന്റെ വചനം നന്നായി നാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ബലപ്പെടുത്തുവാൻ തക്കോണം ഇടയായിത്തീരും. ഹല്ലേലൂയ മറ്റൊരാളുടെ ഒരു ഹല്ലേലൂയ ആശ്വാസ വാക്ക് നമുക്ക് കേൾക്കേണ്ട ആവശ്യം വരികയില്ല. പ്രത്യുത ദൈവത്തിന്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കുവാൻ തക്കോണം ഇടയായിത്തീരും. ദൈവത്തിന്റെ വചനം നമ്മളെ ബലപ്പെടുത്തുവാൻ തക്കോണം ഇടയായിത്തീരും. ഈ ലോകത്തിൽ എന്തെല്ലാം നഷ്ടമായി പോയെന്ന് പറഞ്ഞാലും, ഈ ലോകത്തിൽ എന്തെല്ലാം ഇല്ലെന്ന് പറഞ്ഞാലും സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ നോട്ടം നിത്യതയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചിന്ത നിത്യതയാണെന്നുണ്ടെങ്കിൽ സ്തോത്രം ദൈവത്തോടു കൂടെ വാഴുന്ന ഹല്ലേലൂയ ഒരു സുദിനമാണ് നമ്മുടെ ഹല്ലേലൂയ മുൻപിലുള്ള എയിം എന്നുണ്ടെങ്കിൽ സ്തോത്രം എല്ലാറ്റെയും നമുക്ക് മറക്കുവാനുള്ള കൃപ കർത്താവ് നൽകി തരുവാൻ തക്കോണം ഇടയായിത്തീരും. ഇന്ന് രാത്രികാലം അതിന് ദൈവം നമ്മളെ സഹായിക്കുവാൻ തക്കോണം ഇടയായിത്തീരട്ടെ. ഒരു ചെറിയ വാക്യം വായിച്ച് അതിൽ കൂടെ 1-2 ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ വചന ശുശ്രൂഷയിൽ നിരിക്കുവാൻ തക്കോണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. 1 തീമോഥെയോസിന് എഴുതിയ 6-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 തീമോഥെയോസ് 6-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 1 തീമോഥെയോസ് 6-ന്റെ 11-12 വാക്യം. ആരും വായിക്കാനില്ല, ഞാൻ തന്നെ വായിക്കാം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടെ നമ്മള് തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ നാം വായിച്ചതായ കാര്യം, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവ. നമ്മൾ ഓരോരുത്തരും ആരാണ്? ദൈവത്തിന്റെ മനുഷ്യരാണ്. ദൈവത്തിന്റെ മനുഷ്യന്റെ പ്രത്യേകത, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ?
ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം 2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനയ്ക്കും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? സകല സൽപ്രവർത്തിക്കും നാം ആരായിത്തീരണം? വക പ്രാപിക്കുന്നവരായിത്തീരണം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നാം ബലം പ്രാപിക്കുന്നവരായി, ശക്തി പ്രാപിക്കുന്നവരായി, ഏത് വിഷയത്തിന്റെ മുൻപിലും പതറിപ്പോകാതെ നിൽപ്പാനുള്ളതായ ഒരു ദൈവകൃപ പ്രാപിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കോണം നമ്മുടെ ആയിത്തീരണം. അവിടെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആരായി മാറണം? ദൈവവചനത്തിൽ തികവുള്ളവരായി മാറുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം ഇടയായിത്തീരണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു തികഞ്ഞിന്റെ ഒരു അനുഭവത്തെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു തികവ് പ്രാപിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം സ്തോത്രം, നമ്മൾ എന്തിലൊക്കെ തികവ് പ്രാപിക്കണം, എന്തെല്ലാമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളതിന്റെ ചില ആത്മീയ മണ്ഡലം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പണിതെടുക്കാമെന്നുള്ളതിനെ കുറിച്ചും അതിൽ കൂടെ നമുക്ക് എങ്ങനെ വർധനവ് പ്രാപിക്കാൻ ഇടയായി തീരുമെന്നുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിപ്പാൻ ഇടയായി തീർന്നു: നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചിലതിനെ വിട്ടോടുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഹല്ലേലൂയ, നാം നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുക്കമുള്ളവരായി തീരുമ്പോൾ നാം ഒന്ന് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ വിട്ടണം? ഹല്ലേലൂയ, ചില കാര്യങ്ങൾ ഈ ലോകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുമാറുവാൻ തക്കോണം ഇടയായിത്തീരണം. ഹല്ലേലൂയ, സ്തോത്രം. നോക്കുക, വിട്ടുമാറണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെയാണ് വിട്ടുമാറുവാൻ തക്കോണം ഇടയായി തീരേണ്ടതെന്നുള്ളത് നമുക്ക് അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നു. അല്ലെങ്കിൽ 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു: യൗവന മോഹങ്ങളെ വിട്ടോടി നീതി, വിശ്വാസം, സ്നേഹം, വിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിട്ടോടേണ്ട ഒരു കാര്യം അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? യൗവന മോഹങ്ങളെ വിട്ടോടണം. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതൽ ഈ ലോകത്തായിരിക്കുമ്പോൾ സ്തോത്രം, നമ്മള് ദൈവത്തോട് അടുക്കേണ്ടതിന്, ദൈവമായിട്ട് ബന്ധം പുലർത്തണമെന്നുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം വാസ്തവമായി നമുക്ക് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള ചിലതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തേ മതിയാകുള്ളൂ? വിട്ടോടിയേ മതിയാകുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മള് തിരുവചനത്തിൽ വിട്ടോടിയ ചിലരെയൊക്കെ നമ്മൾ കാണുവാൻ തക്കോണം ഇടയായിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ ഇന്ന് രാത്രികാലം നിങ്ങളുടെ മുൻപാകെ വിസ്തരിക്കാനുള്ള സമയം എന്റെ മുൻപിൽ ഇല്ലല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മൾ 39-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഹല്ലേലൂയ, യോസഫിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം അവനെ അനുഗ്രഹിക്കാനായിട്ട് തീരുമാനിച്ച് അവന്റെ വഴികളിൽ ഹല്ലേലൂയ പല കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അവൻ പൊത്തിഫാറിന്റെ ഭവനത്തിൽ എത്തിയ സാഹചര്യത്തിൽ സ്തോത്രം, അവന്റെ ജീവിതത്തിൽ അവന് പ്രതികൂലമായി ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായുള്ളതായ ഒരു സംഭവം അവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയായി തീർന്നത് 39-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിപ്പാൻ തക്കോണം ഇടയായി തീരുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് സ്തോത്രം, യോസഫിനെ ആര് നോക്കി? ഹല്ലേലൂയ, പൊത്തിഫാറിന്റെ ഭാര്യ ഹല്ലേലൂയ അവനെ നോക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവനെ ഹല്ലേലൂയ ഏതെങ്കിലും വിധത്തിൽ അവനെ വശീകരിച്ച് അവളുടെ ഹിതപ്രകാരം ഹല്ലേലൂയ അവനെ ആക്കി തീർക്കണമെന്നുള്ള ചിന്ത അവളുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു ദിവസം ആരും വീട്ടിലില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇതാണ് തക്കമെന്ന് നോക്കി അവൻ എന്ത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു? അവനെ കയറി പിടിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിന്റെ 11-12 വാക്യം ഒന്ന് വായിക്കാമോ?
ഒരു ദിവസം അവൻ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു. വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. അവൾ അവന്റെ വസ്ത്രം പിടിച്ചു എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നോക്കുക, ഇന്ന് രാത്രികാലം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാണ്. സ്തോത്രം. അവൻ ഹല്ലേലൂയ ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നടക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നമ്മളെ ഹല്ലേലൂയ പ്രതികൂലമായി ബാധിക്കുന്ന പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ അതിന്റെ നടുവിൽ ഞാൻ ആരാണ്, നീ ആരാണ്, നാം ഓരോരുത്തരും ആരാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് സാഹചര്യങ്ങളെ നോക്കി അതിന് അനുകൂലപ്പെട്ട് പോകുന്ന ഒരു അനുഭവമല്ല. പ്രത്യുത ഞാൻ ആരാണെന്നുള്ളതും എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നുള്ളതും നാം മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിൽ കരുതിക്കൊണ്ട് നാം മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ സ്തോത്രം അതിനെ വിട്ടോടുവാനുള്ളതായ കൃപ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മൾ ഹല്ലേലൂയ പുതിയ നിയമത്തിൽ വായിച്ചതായ വാക്യം എന്താണ്? ഹല്ലേലൂയ യൗവന മോഹങ്ങളെ വിട്ടോടുക എന്നാണ് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നപ്പോൾ നോക്കുക, യൗവനക്കാരനായിരിക്കുന്ന യോസേഫിന്റെ ജീവിതത്തിൽ സാഹചര്യങ്ങളെ എല്ലാം ഹല്ലേലൂയ മനസ്സിലാക്കിക്കൊണ്ട് സ്തോത്രം അവൾ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ യോസേഫിന്റെ ജീവിതത്തിൽ അവൻ എന്ത് ചെയ്തു? അവന്റെ യൗവനത്തിലുള്ള മോഹത്തെ അവൻ വിട്ടോടി ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഹല്ലേലൂയ സ്തോത്രം. ഒരുപക്ഷെ ലോക മനുഷ്യരുടെ മുൻപിൽ, മറ്റുള്ളവരുടെ മുൻപിൽ സാഹചര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അനേക കാര്യങ്ങൾ അവന് ചിന്തിക്കുവാനുണ്ട്. സ്തോത്രം. നമ്മൾ ചിന്തിച്ചാലും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. തന്റെ ഉടുവസ്ത്രം നഷ്ടപ്പെട്ട് അവൻ ഓടുമ്പോൾ സ്തോത്രം അതിന്റെ പിൻപിൽ ഒരു സ്ത്രീ അവനെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ നാളെ അവനെക്കുറിച്ച് അവന് വിരോധമായിട്ട് കടന്നു വരുവാൻ കൊണം ഇടയായിത്തീരും. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ കണ്ട് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവൻ നിശ്ചയിച്ചിരുന്നതായ വിഷയത്തിന് വില കൊടുത്തുകൊണ്ട് സ്തോത്രം അവൻ മുൻപിലുള്ളതിന് വേണ്ടി ലാക്കിലേക്ക് ഓടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. സ്തോത്രം. അവന്റെ പുറമേയുള്ള വസ്ത്രം നശിച്ചു പോയാലും ശരി, ഹല്ലേലൂയ ഇല്ലായ്മ ചെയ്താലും ശരി, ഹല്ലേലൂയ സ്തോത്രം എന്റെ ഉള്ളിലുള്ള ഹല്ലേലൂയ എന്റെ ജീവിതത്തിലുള്ളതായ തീരുമാനത്തെ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഒരു കാരണവശാലും ഞാൻ അതിനെ ഹല്ലേലൂയ സ്തോത്രം നിഷ്ഫലമാക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ വേറൊരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണാൻ ഇടയായിത്തീരുന്നുണ്ട്. ദൈവം ഹല്ലേലൂയ യോനയോട് പറഞ്ഞു, സ്തോത്രം നീ ലോകത്തിലേക്ക് ഇവിടേക്ക് തർശീശിലേക്ക് കടന്നുപോയി ഹല്ലേലൂയ നിനവയിൽ കടന്നുപോയി സംസാരിക്കാനായിട്ട് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. എന്നാൽ അവന് സ്തോത്രം കടന്നു പോകുന്ന യാത്രയിൽ ഹല്ലേലൂയ അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവൻ എന്ത് ചെയ്തു? കൂലി കൊടുത്ത്, അവിടെ വായിക്കുന്നത് സ്തോത്രം യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലാണ്, തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു, കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം ഇന്ന് രാത്രികാലം നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. പലതിനും കൂലി കൊടുത്ത് സ്തോത്രം പലതും നാം കരുതി കൂട്ടുമ്പോൾ സ്തോത്രം പലതും നമ്മുടെ കയ്യിലുള്ളതായ പണത്തെ നഷ്ടമാക്കിക്കൊണ്ട് പലതിനെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ അതിന്റെ പിൻപിൽ നഷ്ടമായി പോകുന്നത് ദൈവ സാന്നിധ്യമാണെന്നുള്ളത് ഇന്ന് രാത്രികാലം നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ളതായ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നെങ്കിൽ സ്തോത്രം ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ നാമം മഹത്വമായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആത്മീയ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആകയാൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഫലമേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ദൈവത്തിന്റെ വചനം നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. സ്തോത്രം. ആ വചനത്തിന്റെ മുൻപാകെ നമുക്ക് മുന്നേറുവാനുള്ളതായ കൃപ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് സ്തോത്രം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണ്. എന്താണ് അവിടെ വായിക്കുന്നത്? സ്തോത്രം. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ഓട്ടം സ്ഥിരതയുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
സകല ഭാരവും. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ഭാരങ്ങളാണുള്ളത്. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ ഓർപ്പിക്കുന്നത്, സകല ഭാരവും, അടുത്തു പറയുന്നു മുറുകെ പറ്റുന്ന പാപം. സ്തോത്രം, ഹല്ലേലൂയ. നാം ഭാരപ്പെടുമ്പോൾ തന്നെ അതിനെ തുടർന്ന് നമ്മളെ കാർന്ന് തിന്നുന്ന മറ്റൊരുന്നാണ് എന്താണ്? മുറുകെ പറ്റുന്ന പാപം. ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ വിട്ടോടുവാൻ തക്കവണ്ണം ഇടയായി ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്തോത്രം. അപ്പൊ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്താണ്? ഈ ലോകത്ത് വീടുണ്ടാക്കാനും കാർ വാങ്ങിക്കാനും അല്ലെങ്കിൽ അല്പം മറ്റുള്ളവരുടെ മുൻപാകെ ഷൈൻ ചെയ്ത് ഞാനൊരു പണക്കാരനാണ്, ഞാനൊരു നല്ല നിലയിൽ ജീവിക്കുന്നവനാണെന്ന് കാണിക്കുവാനുള്ള മാത്രമല്ല നമ്മുടെ ഉദ്ദേശം എന്ന് പറയും. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതല്ല. ദൈവത്തിന്റെ വചനം, യേശു ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞ ഒരു തന്റെ പ്രസംഗത്തിൽ കൂടെ നമ്മളെ ലോകത്തെ വിളിച്ചറിയിച്ച ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് ഒരു മാനസാന്തരമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിലേക്ക് നാം കടക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുന്നവരായി തീരുവാൻ, നിത്യതയ്ക്ക് വേണ്ടി നാം ഹല്ലേലൂയ നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുന്നവരായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക് നീങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾ വിട്ടോടേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന് നമ്മൾ വായിച്ചത് യൗവന മോഹത്തെ വിട്ടോടണം. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് മുറുകെ പറ്റുന്നതായ പാപത്തെ നമ്മൾ വിട്ടോടുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ആ വാക്കുകൾ മാത്രം പറഞ്ഞ് ഹല്ലേലൂയ ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദുർനടപ്പ് വിട്ടോടണം എന്ന് നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വിഗ്രഹാരാധനയെ വിട്ടോടണമെന്ന് നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. 2 പത്രോസ് 2:20 നമ്മൾ വായിക്കുന്നു, ലോകത്തിന്റെ മാലിന്യത്തിൽ നിന്ന് നാം ഓടണം എന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അങ്ങനെ നാം ഒരു യഥാർത്ഥമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ, സ്തോത്രം, നാം ഈ ലോകത്തിൽ ചിലതിനെയൊക്കെ വിട്ടുമാറിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനും, മാത്രമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുവാനും, നാം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും, സ്തോത്രം, ഈ ലോകം അല്പകാലം മാത്രമേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ, ഹല്ലേലൂയ, ഒന്നുകിൽ കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ നമ്മുടെ മരണം. ഇത് രണ്ടിനാലും ഏതെങ്കിലും ഒന്ന് നമ്മുടെ മുൻപിൽ സംഭവിപ്പാൻ ഇടയായിത്തീരും. അതിന്റെ നടുവിൽ ഹല്ലേലൂയ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കമുള്ളവരായി നാം ആയിത്തീർന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 4-5 പോയിന്റ്സ് ഇതിന്റെ മുൻപിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കുകയാണ് എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സമയം വളരെ മുൻപോട്ട് പോയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഒരു വാക്യം മാത്രം കൂടെ വായിച്ച് പെട്ടെന്ന് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും. എന്ന് വായിക്കാൻ ആരെങ്കിലും? 1 പത്രോസ് 4:7 അല്ല, എഫേസ്യർക്ക് എഴുതിയ ലേഖനം എന്നാൽ 4 എഫേസ്യർ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഈ ലോകത്തിലുള്ളതായ നന്മകൾ കൊണ്ടല്ല. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്, പ്രത്യുത നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ഏത് വിധത്തിലാണ്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലുമാണ് ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? അനുഗ്രഹിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ അനുഗ്രഹം നമ്മുടെ കരസ്ഥമാക്കുവാൻ കഴിയാതെ കണ്ട്, ഈ അനുഗ്രഹം നമുക്ക് പ്രാപിപ്പാൻ കഴിയാതെ കണ്ട്, ഈ ലോകത്തിന്റെ അനുഗ്രഹം മാത്രം നാം ചിന്തിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഈ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം നാം ഓടുന്നത് കൊണ്ട്, സ്തോത്രം, നമ്മുടെ മുൻപിൽ നമുക്ക് നഷ്ടമായി പോകുന്നത് എന്താണ്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുമാണ് നാം നഷ്ടമാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മുൻപേ ഒരു വാക്യം വായിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, യോന എന്ത് ചെയ്തെന്നാണ് നമ്മൾ വായിച്ചത്? അവൻ കൂലി കൊടുത്ത് തർശീശിലേക്ക് പോയി.
സ്തോത്രം. പലപ്പോഴും നമ്മൾ കൂലി കൊടുത്ത് പല അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ പലതും നാം ചെയ്യുന്നത് മുഖാന്തരം ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയാതെ കൊണ്ട് നാം ആയിത്തീരുന്നത് കൊണ്ട് സ്തോത്രം, ഈ ദിവസങ്ങളിൽ നാം അതിനുവേണ്ടി തയ്യാറാകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ദൈവത്തിന്റെ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ വർധനവിന് അത് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ഈ വായിച്ച കുറിവാക്യത്തിൽ ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ഇടയായിത്തീരുന്നുള്ളൂ. എന്ത്? നാം വിട്ടൊഴേണ്ടതായ വിഷയങ്ങളെക്കുറിച്ച്, ഇനിയും നമുക്ക് പിന്തുടരേണ്ടതായ കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്തിനെയെല്ലാം നാം പിന്തുടരണമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണമെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ നല്ല പോർ എങ്ങനെയാണ് പൊരുതേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. നാം എങ്ങനെ നിത്യജീവനെ കൈവശമാക്കുവാനായിട്ട് ഇടയായിത്തീരും? സ്തോത്രം. നിത്യജീവനെ കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? എന്താണ്, എവിടെയാണ് നിത്യജീവൻ, അല്ലെങ്കിൽ നിത്യത എവിടെയാണ്? ഇതൊക്കെ ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. അതൊക്കെ ദൈവം അനുവദിച്ചാൽ ഇനി സാവകാശം ലഭിക്കുമ്പോൾ നിങ്ങളുടെ മുൻപാകെ അതൊക്കെ പ്രസ്താവിക്കാനുള്ളതായ സമയം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ഈ വിഷയത്തിൽ ഈ ഹല്ലേലൂയ ഈ വാക്കുകളോടെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ ചിന്തകൾ എപ്പോഴും നിത്യതയ്ക്കുള്ളതായിരിക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീരട്ടെ. നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു കഴിഞ്ഞാൽ മുൻപേ ദൈവത്തിന്റെ നീതിയും രാജ്യവും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നൽകി തരാമെന്ന് അരുളി ചെയ്തതായ ദൈവം ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുവാൻ തക്കൊണ്ട് ഇടയായിരുന്നു. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരുമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു കഴിഞ്ഞാൽ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം മുഴുവനും നമ്മെ പിന്തുടരുവാൻ തക്കവണ്ണം ഇടയായി തീരും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട വചനം നിലവാരത്തിൽ ദൈവവചനം സംസാരിപ്പാൻ ദൈവയിടയാക്കി ദൈവദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തെല്ലാം വിട്ടൊഴിയണമെന്നുള്ളത് രാത്രികാലം സവിസ്തരം സംസാരിച്ചല്ലോ. അതുപോലെ നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ പ്രിയനെ എതിരേൽപ്പാൻ ഒരുക്കമുള്ളവരായിരിക്കണം. അത് 5 കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണയും വിളക്കുമുള്ളവരായി മണവാളൻ ഏത് സമയത്ത് വരുന്നു ആ സമയത്ത് മണവാളിനോടുകൂടെ എടുക്കപ്പെടുവാൻ നമ്മളും ഈ നാളുകളിൽ ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ ആ പ്രിയനോടുകൂടെ കല്യാണ സദ്യയെ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ വാതിലടയും, പിന്നെ കിടന്ന് മുട്ടിയിട്ട് കാര്യമില്ല എന്ന് ഇന്ന് രാത്രികാലം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപിൽ നമ്മെ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കാം. പാസ്റ്ററെ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യണേ. മ്യൂട്ടാ പാസ്റ്ററെ. ഞാൻ പറയായിരുന്നു എബി പാസ്റ്റർ ഉണ്ടല്ലോ, എബി പാസ്റ്റർ പ്രാർത്ഥിക്കട്ടെ. പാസ്റ്റർ യാത്രയിലാണെന്ന്. പാസ്റ്ററെ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാവോ? ഓക്കെ. താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു. തുടർന്ന് ഞങ്ങളുടെ മീറ്റിംഗ് വചനം സംസാരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പാസ്റ്ററെ പ്രാർത്ഥിച്ചാട്ടെ. എബി പാസ്റ്ററെ പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് രാത്രിയിലും തിരുപാദപീഠത്തിൽ ഇരുന്ന് മാറ്റമില്ലാത്ത വചനങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയിൽ പോരാടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ഏവരെയും ബലപ്പെടുത്താനായി സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ആമേ സ്തോത്രം. ഹല്ലേലൂയ. വ്യക്തവും ആമേ പെർമനന്റുമായുള്ള വിടുതലുകളെ കർത്താവ് പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചന ശുശ്രൂഷയെ ഞങ്ങളെ സഹായിച്ച സജൻ പാസ്റ്ററെ കുടുംബമായി ബ്ലസ് ചെയ്യുകയാവുന്നു കർത്താവെ. ആമേ ഞങ്ങളുടെ മധ്യ ശുശ്രൂഷത്തിന്റെ ആത്മീയ ഭൗതികമാവുന്ന നന്മകൾ കൊണ്ട് കർത്താവെ അങ്ങ് അദ്ദേഹത്തെ ബലപ്പെടുത്തുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ദേവരെ കർത്താവ് സഹായിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. നാമത്തിൽ ഞങ്ങൾ വിശ്രമിപ്പാൻ പോകുന്നു കർത്താവെ. സങ്കീർത്തനകാരൻ പറയുന്നത് പോലെ ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ ഞങ്ങളെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഞങ്ങൾ സമാധാനമായി കിടന്നുറങ്ങുമ്പോൾ തന്നെ കർത്താവെ ഞങ്ങളുടെ സമീപത്തെ പലർക്കും സമാധാനമില്ലാതെ ഭയത്തോടായിരിക്കുമ്പോൾ അവരുടെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കരങ്ങൾ അവിടെ എത്തട്ടെ, ഞങ്ങളുടെ കണ്ണുകൾ അവിടെ എത്തട്ടെ, ഞങ്ങളുടെ കാതുകൾ അവിടെ എത്തട്ടെ കർത്താവെ. നാളത്തെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അഭിഷിക്തന്മാരെ തക്ക സമയത്ത് ഇതിൽ പ്രവേശിപ്പിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങയുടെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിട്ട് സാക്ഷ്യങ്ങളുമായി ഞങ്ങളെ കൂട്ടിവരുത്തുമാറാകണം. മഹത്വം കർത്താവിന് തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
ആമേൻ. സ്തോത്രം സ്തോത്രം. സജൻ പാസ്റ്റർ ആശീർവാദം പറയട്ടെ. ഞാൻ വണ്ടി ഓടിക്കുവാണേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഇപ്പോഴെപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ, ആമേൻ, ആമേൻ. സമാധാനത്തോടെ എല്ലാവർക്കും പിരിയാം. ദേവദാസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അബി പാസ്റ്ററെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ് നൈറ്റ് ഓൾ. അങ്ങോട്ട് നോക്കിയാൽ എനിക്ക് ഇങ്ങോട്ടുള്ള കോൺസെൻട്രേഷൻ പോകും. നാട്ടിൽ ആ പ്രശ്നം ഇല്ലായിരുന്നു. അത്